ഫുട്ബോളിന്റെ ചരിത്രത്തിൽ വേൾഡ് കപ്പ് ജയിക്കാത്ത ഒരു വൻ ശക്തി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു ടീമാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. വേൾഡ് കപ്പ് ഫേവറേറ്റ്സിൽ ഇന്ന് നെതർലൻഡ്സ് അല്ലെങ്കിൽ ഹോളണ്ട്. വളരെ വളരെ റിച്ച് ഫുട്ബോളിംഗ് ഹിസ്റ്ററി ഉള്ള യൂറോപ്യൻ ടോപ്പ് 5 ലീഗ്സിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരുപാട് ലെജൻഡറി, അതായത് ഫുട്ബോളിനെ തന്നെ മാറ്റിമറിച്ച പ്ലേയേഴ്സ്. യോഹാൻ ക്രൈഫ് ആണെങ്കിലും മാർക്കോ വാൻ ബാസ്റ്റൻ ആണെങ്കിലും ഇപ്പൊ റീസെന്റ് ആയി എടുത്തു കഴിഞ്ഞാൽ ഡെന്നിസ് ബെർഗ്കാംപ് ആണെങ്കിലും ഒരു റിച്ച് ഫുട്ബോളിംഗ് ഹിസ്റ്ററി, ഒരു പ്രോപ്പർ ഫുട്ബോളിംഗ് നേഷൻ. പക്ഷെ ഒരു അൺലക്കി മേജർ ടൂർണമെന്റ്സിൽ ഒരു അൺലക്കി ആയ നേഷൻ. ക്രിക്കറ്റിംഗ് ടേംസ് ഇപ്പൊ ഫുട്ബോളുമായി ക്രിക്കറ്റ് കാണുന്നവർക്കാണെങ്കിൽ സൗത്ത് ആഫ്രിക്ക എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ഫുട്ബോളിന്റെ ചരിത്രത്തിൽ എനിക്ക് തോന്നുന്നു യോഹാൻ ക്രൈഫ്, നമ്മൾ ഇന്നലെ കഴിഞ്ഞ എപ്പിസോഡിൽ സ്പെയിനിനെ കുറിച്ച് പറയുമ്പോഴും ടിക്കി ടാക്കയെ കുറിച്ച് പറയുമ്പോഴും പാസിംഗ് ഫുട്ബോൾ, ടോട്ടൽ ഫുട്ബോൾ തുടങ്ങിയ കോൺസെപ്റ്റുകൾ, ലാമാസിയ, ഇതൊക്കെ കൊണ്ടുവന്ന യോഹാൻ ക്രൈഫിന്റെ രാജ്യം. പക്ഷെ പുള്ളിക്ക് പോലും ഒരു ലോക കപ്പ് ഡച്ച് മണ്ണിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. ഡച്ചിന് ഒരുപാട് ഫാൻസ് ഉണ്ട്, ഡച്ച് ഫുട്ബോളിന്റെ ഫാൻസ് ഉണ്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ വന്ന റൂഡ് വാൻ നിസ്റ്റൽറോയ്, ആർസണലുകാർക്കാണെങ്കിൽ നേരത്തെ പറഞ്ഞ ഡെന്നിസ് ബെർഗ്കാംപ്, ചെൽസിക്ക് ആര്യൻ റോബൻ, ലിവർപൂളിനാണെങ്കിൽ ഇപ്പോൾ വെർജിൽ വാൻ ഡൈക്ക്. അങ്ങനെ പ്രീമിയർ ലീഗിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് പ്ലേയേഴ്സ്. ഇപ്പം ബാഴ്സലോണയും ഡച്ച് ഫുട്ബോളും തമ്മിലുള്ള കണക്ഷൻ എല്ലാവർക്കും അറിയാലോ. ഈ പറഞ്ഞ പോലെ യോഹാൻ ക്രൈഫും ആ ഫുട്ബോളിംഗ് സ്റ്റൈലും ആ ഫിലോസഫിയും കൊണ്ടുവന്നത്. റൂഡ് വാൻ നിസ്റ്റൽറോയ് റയൽ മാഡ്രിഡിലും കളിച്ചിട്ടുണ്ട്. ഒരുപാട് ഫുട്ബോൾ പ്ലേയേഴ്സ് സൗത്ത് അമേരിക്കയിൽ നിന്ന് വന്ന് സുവാരേസ് പോലെ ഡച്ച് ഫുട്ബോളിൽ കളിച്ചു പഠിച്ച അയാക്സിന്റെ അക്കാഡമി, ലാമാസിയെ പോലെ തന്നെ അയാക്സിന്റെ അക്കാഡമിയെ കുറിച്ചും ഒരുപാട് പറയാനുണ്ട്. പക്ഷെ ഇന്നത്തെ വിഷയം ഈ ലോകകപ്പിൽ ഹോളണ്ട്, നെതർലൻഡ്സ് എങ്ങനെ പെർഫോം ചെയ്യുന്നു നമുക്കൊന്ന് ചർച്ച ചെയ്യാം. സുദീപിന് എന്താ തോന്നുന്നത്? ഹോളണ്ടിനെ കുറിച്ച് പറയുമ്പോ എന്താണ്, എപ്പോഴും ഡാർക്ക് ഹോർസസ്, എല്ലാ ലോകകപ്പിലും അവര് ഡാർക്ക് ഹോർസസ് ആണ്. ഫേവറേറ്റ്സ് ആയിട്ട് അവരെ കാണാറില്ല. എന്ത് തോന്നുന്നു? ശരിയാണ്. നമ്മള് ഈ വേൾഡ് കപ്പിലെ ഫേവറേറ്റ്സ് എന്ന് പറയുമ്പോൾ മിക്കവാറും ആരും അങ്ങനെ ഒരു വേൾഡ് കപ്പിലും ഫേവറേറ്റ്സ് ആണെന്ന് പറയാൻ ചാൻസ് ഇല്ലാത്ത ടീമാണ് ഈ പറഞ്ഞ പോലെ നെതർലാൻഡ്സ്. പക്ഷെ എപ്പോഴും അവര് സർപ്രൈസ് ചെയ്യും. മിക്ക ടൂർണമെന്റിലും അവര് അവരുടെ പ്രത്യേകിച്ച് ഡിഫൻസിന്റെ സ്ട്രെങ്ത് കൊണ്ടാവും എന്തോ അവര് കയറി പതുക്കെ നോക്കൌട്ട് സ്റ്റേജിലും ഒക്കെ നല്ല ടീമുകൾ കിട്ടിയാലും അവര് തോൽപ്പിച്ച് അങ്ങനെ പ്രോഗ്രസ് ചെയ്യുന്ന കാണാറുണ്ട്. പക്ഷെ എപ്പോഴും ഫൈനൽ, ഈ പറഞ്ഞ പോലെ ഫൈനലിൽ ഒരു റൗണ്ട്സിലേക്ക് എത്തുമ്പോൾ അവര് അവിടെ വെച്ച് അവസാനിക്കുന്നത് കാണാം. പക്ഷെ മിക്കവാറും നല്ല ടീമുകളെ നോക്കൌട്ട് ചെയ്യുന്ന ഒരു പാരമ്പര്യമുണ്ട് നെതർലൻഡ്സ്. ഇപ്പോ അന്നത്തെ പിന്നെ നെതർലൻഡ്സിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു ടോട്ടൽ ഫുട്ബോൾ ഒക്കെ കളിക്കുന്ന ആ ഒരു സ്റ്റൈലും ഒക്കെ ആയിട്ട് വരുന്നത്. പക്ഷെ നമ്മൾ ഈ അടുത്ത കാലത്തൊന്നും അങ്ങനെ കാണാറില്ല. നെതർലാൻഡ്സ് എന്ന് പറഞ്ഞാൽ കുറെ നന്നായിട്ട് ഡിഫെൻഡ് ചെയ്ത് കളിക്കുന്ന ഒരു ടീമായിട്ട് മിക്കവാറും ഇതിനു മുമ്പ് 3 at the back ഒക്കെ കളിച്ച് അങ്ങനെ ഫോർവേഡ്സിനെ വിങ് ഫോർവേഡ്സ് മാറി ഫോർവേഡ്സ് 2 ഫോർവേഡ്സ് വെച്ച് കളിക്കുന്നതും അങ്ങനെയുള്ള ഒരു ടീമൊക്കെയാണ്. അവര് നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള പ്ലേയേഴ്സ് എപ്പോഴും നെതർലൻഡ്സിന് ഉണ്ടാവാറുണ്ട്. ആ ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്തിട്ട് അവര് എങ്ങനെയെങ്കിലും ഗോൾ സ്കോർ ചെയ്യുന്നതും ഒക്കെ നമ്മൾ കാണുകയൊക്കെ ചെയ്യാറ്. ഇത്തവണ നെതർലൻഡ്സിന് ചില പ്രഡിക്ഷൻസ്, ഇപ്പോ ഒരു പ്രഡിക്ഷൻ നടത്തുന്ന ഒരാളുണ്ട്. കഴിഞ്ഞ 2 വേൾഡ് കപ്പ് പ്രഡിക്ട് ചെയ്ത ഒരു ആളുണ്ടായിരുന്നു, ഒരു സയന്റിസ്റ്റ്. പുള്ളി മെട്രിക്സ് യൂസ് ചെയ്യണത് ആ രാജ്യത്തിന്റെ പോപ്പുലേഷൻ, അവിടുത്തെ ക്ലൈമറ്റ്, അങ്ങനെയുള്ള അതിന്റെ എക്കണോമിക്സ്, ഇതൊക്കെ ബേസ് ചെയ്തിട്ട് പ്രഡിക്ട് ചെയ്യുന്ന ഒരാളുണ്ട്. പുള്ളി പ്രഡിക്ട് ചെയ്തേക്കുന്നത് നെതർലൻഡ്സ് ആണ് ഇത്തവണ ജയിക്കുക എന്നുള്ളത് വേൾഡ് കപ്പ്. അപ്പൊ അതൊരു വലിയ പ്രഡിക്ഷനാണ്. പക്ഷെ മറ്റ് പല മോഡൽസിലും സിമുലേഷൻസിലൊന്നും അങ്ങനെ നെതർലൻഡ്സിന്റെ അത് കേൾക്കാനൊന്നുമില്ല, അങ്ങനെ വേൾഡ് കപ്പ് ജയിക്കുന്നുള്ളത്. നമുക്ക് നോക്കുമ്പോഴും നമുക്ക് ഇനി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അനലൈസ് ചെയ്യും. അങ്ങനെ അവർക്ക് ജയിക്കാൻ പറ്റുന്ന മാച്ചുകൾ ഉണ്ട്. അതൊക്കെ വെച്ചിട്ട് പക്ഷെ ഒരു വലിയ ക്വസ്റ്റ്യൻ അവരുടെ ഈ സ്റ്റൈൽ ഓഫ് പ്ലേക്ക് പറ്റിയ പ്ലേയേഴ്സ് അവരുടെ സ്ക്വാഡിൽ ഉണ്ടോ എന്നുള്ളതാണ്. നേരത്തെയൊക്കെ നമ്മുടെ ഒരുപാട് ക്വാളിറ്റി ഉള്ള വിങ്ങേഴ്സ്, നമ്പർ 9, നമ്മൾ കഴിഞ്ഞ ദിവസം നമ്പർ 9നെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു.
അങ്ങനെയുള്ള കിഡ്ലൻ സ്ട്രൈക്കേഴ്സ്, വാൻപേഴ്സി ഒക്കെ, അങ്ങനെയുള്ള സ്ട്രൈക്കേഴ്സ് ഒക്കെ അവർക്ക് ഉണ്ടായിരുന്നു. ഹണ്ടിലർ അങ്ങനെ. പക്ഷെ ഇപ്പൊ സ്കോഡ് നോക്കുമ്പോൾ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് സ്കോഡിൽ. ഈ സ്കോഡ് വെച്ച് അവർക്ക് എത്ര പ്രോഗ്രസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒരു വലിയ ക്വസ്റ്റ്യൻ. നെതർലാൻഡ്സ് ഫാൻസ് പോലും അത്ര പ്രതീക്ഷയിലൊന്നല്ല. ഞാൻ 1-2 പേരൊക്കെ ആയിട്ട് സംസാരിച്ചിരുന്നു. അപ്പൊ അവർക്കൊന്നും ഒരു പ്രതീക്ഷയില്ല. അവര് അടുത്ത റൗണ്ടിൽ വലിയൊരു ടീമിനെ കിട്ടി ഫസ്റ്റ് നോക്കൌട്ട് റൗണ്ടിൽ തന്നെ പുറത്താവും എന്നുള്ള പേടിയിലാണ് അവരിയ്ക്കുന്നത്. അപ്പോ എന്തായാലും അവരെയൊക്കെ സർപ്രൈസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് വലിയ ക്വസ്റ്റ്യൻ. കഴിഞ്ഞവണയൊക്കെ നമ്മൾ നെതർലാൻഡ്സ് ചെയ്ത പോലെ സർപ്രൈസ് ചെയ്യാൻ പറ്റുമോ? ഈ ഒരു സ്ക്വാഡ് വെച്ചിട്ട്, സ്ക്വാഡിലുപരി ഈ ഒരു മാനേജർ വെച്ച് അവർക്ക് ഒരു ഡൗട്ടാണ്. മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു അടിത്തറ എന്ന് പറയാൻ ഒരു നല്ലൊരു ഗോൾ കീപ്പർ ഇല്ല. അപ്പൊ നല്ലൊരു ഗോൾ കീപ്പർ വേൾഡ് സ്റ്റേജിലേക്ക് ആ ഒരു നമ്മളെന്താ പറയാ, ഒരു ഫേവറേറ്റ്സ് എന്ന് പറയാൻ മാത്രമുള്ള ആരും ഇല്ല അതില്. ഒരു സൂപ്പർ സ്റ്റാർ എന്ന് പറയാനുള്ളത് വാൻഡൈക്ക് ഉണ്ട്, ഡിയോങ് ഉണ്ട്. പക്ഷെ അത് കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും ഇൻഡിവിജ്വലി നോക്കുകയാണെങ്കിൽ ഒരു ടീമിൽ നിന്ന് വേറൊരു ടീമിലേക്ക്, അതായത് ഇപ്പം ഈ നെതർലാൻഡ് സ്ക്വാഡിൽ നിന്ന് സ്പെയിനിലേക്കോ ഫ്രാൻസിലേക്കോ ഒരാൾക്ക് കയറാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റൂല. ആ ഒരു ഫാക്ടർ ഉണ്ട്. നമ്മളിപ്പോ സ്പെയിനിൽ ഇന്നലെ പറഞ്ഞ പോലെ സ്പെയിനില് സൂപ്പർ സ്റ്റാർസ് ഇല്ല, സൂപ്പർ സ്റ്റാർസ് എന്ന് പറയാൻ മാത്രമല്ല, പക്ഷെ അവർക്ക് ഒരു ബോണ്ടിങ് ഉണ്ട്. നെതർലാൻഡിന്റെ കേസിൽ അതും ആ ഒരു എന്താ പറയാ, സൂപ്പർ സ്റ്റാർസ് ഇല്ലായ്മനെ മറികടക്കാൻ മാത്രമുള്ള ഒരു ബോണ്ടിങ് ഉണ്ടോ എന്ന് വെച്ചാൽ അതുമില്ല. സോ അതൊക്കെയാണ് നെതർലാൻഡ്സിന് ഈ ഒരു സമയത്ത് ഡാർക്ക് ഹോഴ്സ് ആയിട്ട് പോലും കാണാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല എന്ന് എനിക്ക് തോന്നാനുള്ള കാരണം. നമ്മള് ഇപ്പം സുദീപ് പറഞ്ഞ പോലെ സ്ക്വാഡിലെ ഡെഫിഷ്യൻസി, ബിലീഫിലെ ഡെഫിഷ്യൻസി. റോണൽഡ് കോമൻ ആണ് മാനേജർ. റോണൽഡ് കോമന്റെ സ്വഭാവം നമുക്ക് എല്ലാവർക്കും അറിയാം. പുള്ളി പ്രീമിയർ ലീഗിൽ മാനേജർ ആയിരുന്നു, അയാക്സിൽ മാനേജർ ആയിരുന്നു. എന്താണ് വാട്ട് യു തിങ്ക്? അതായത് ഇത് ഈ ഒരു മാനേജറിനെ കൊണ്ട് വല്ലതും നടക്കുമോ? ആക്ച്വലി ഇങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റിസർവ് ആയിട്ടുള്ള ഒരു കളിയാണ് കളിക്കുന്നത്. ഇപ്പോ ഡിഫെൻസീവ്ലി ഇപ്പോ ഡിഫെൻസീവ് പ്ലേയേഴ്സും ഉണ്ട്. അതുകൊണ്ട് ഡിഫെൻസീവ്ലി നല്ല സോളിഡ് ആയിട്ട് ഇവർക്ക് പ്രിപ്പയർ ചെയ്യാമെങ്കിലും ഒഫൻസീവിലേക്ക് പോകുമ്പോ അവിടെ അയാൾക്ക് പഴയ പോലെ അല്ല. ഇപ്പോ അവിടെ അധികം പ്ലേയേഴ്സ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എഫക്റ്റീവ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ഇല്ല. ഇപ്പോ ഗാക്പോ ആണ് ഒരു പ്ലെയർ ആയിട്ട് മീൻസ് അവർക്ക് പറയാൻ പറ്റണേ. DP ഒക്കെ ഇപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ എന്താ പറയാ ടോപ്പ് ഇത് പോയി തുടങ്ങിയായിരുന്നു. അയാളുടെ പീക്ക് ടൈമൊക്കെ കഴിഞ്ഞു. പിന്നെ അങ്ങനെ നോക്കുമ്പോ മിഡ്ഫീൽഡേഴ്സ് പിന്നെയും ഉണ്ട്. ഡിയോങ് നമുക്ക് സ്ക്വാഡിലേക്ക് വരാം. എനിക്ക് പൊതുവെ ജനറലായിട്ട് ചോദിക്കാനുള്ളത് വേറൊരു 2 വശങ്ങളാണ്. ഒന്ന് ഈ മാനേജറിന്റെ ക്വാളിറ്റി. ഇപ്പം പൊതുവെ ലിവർപൂളിലും യുണൈറ്റഡിലും ഈ പൊതുവേ ഒരു ഫുട്ബോളിംഗ് ചർച്ച ഈ ഡച്ച് മാനേജേഴ്സിന്റെ ഫിലോസഫിയെ കുറിച്ചും ഡച്ച് മാനേജറിന്റെ ക്വാളിറ്റീസും കുറിച്ചാണ്. കാരണം ഇപ്പം ഓബിനും പറഞ്ഞു, സുദീപും പറഞ്ഞു, സ്വരൂപും അറിയാതെ പറഞ്ഞു നമ്മളെല്ലാരും. അതായത് ഇപ്പൊ ഈ ടോട്ടൽ ഫുട്ബോൾ ഒന്നുമില്ല. ഈ ഡച്ച് എന്താ പറയാ ഒരു ഫുട്ബോളിംഗ് ഹെറിറ്റേജ് എന്ന് പറയുന്ന രീതിയിൽ കളിക്കുന്നത് അല്ല ഡച്ച് മാനേജേഴ്സ് ആണ്. ഇപ്പൊ ഡച്ച് മാനേജേഴ്സ് എല്ലാരും വളരെ ഒരു പിടുത്തം വെച്ച് നിക്കിങ് എ ഗോൾ എന്ന രീതിയിലാണ് കളിക്കുന്നത്. അപ്പോ എത്രത്തോളം അത് വർക്കൗട്ട് ആവും എന്ന് എനിക്കറിയില്ല. രണ്ടാമത്തത് ഈ ഒരു ടോക്സിക് അറ്റ്മോസ്ഫിയർ ഉണ്ട്. ഇംഗ്ലണ്ടിലുള്ള പോലെ തന്നെ ഈ ഡച്ച് ഫുട്ബോളിലും ഡച്ച് മീഡിയയും ഡച്ച് സീനിയർ പ്ലേയേഴ്സിലും ഈ ഒരു ടോക്സിക് മെന്റാലിറ്റി നന്നായിട്ട് കിടക്കുന്നുണ്ട്. അതായത് എപ്പോഴും ഇപ്പം സ്പെയിനിൽ അധികത കാണാറില്ല, ഫ്രാൻസിലും കാണാറില്ല. അതായത് സീനിയർ പ്ലേയേഴ്സും പഴയ ലെജൻസും ഇരുന്നിട്ട് ഇപ്പോഴത്തെ പ്ലേയേഴ്സിനെ അങ്ങ് താറടിക്കും. ഇപ്പം വാൻഡൈക്കിനെ കുറിച്ചായിക്കോട്ടെ, റൈൻഡിയേഴ്സിനെ കുറിച്ചായിക്കോട്ടെ, ഒരുപാട് ലെജൻഡറി മാനേജേഴ്സ്. അത് ഭയങ്കര ഒപ്പീനിയൻ. ഡച്ച് ഓണസ്റ്റി എന്നൊക്കെ പറയും. ലിവർപൂൾ ഫാൻസ് നന്നായിട്ട് അറിയുന്ന ഒരു ടേമാണ് ഡച്ച് ഓണസ്റ്റി. പണ്ടേ യുണൈറ്റഡ് ഫാൻസിന് പറയാം, ടെൻ ഹാഗിന്റെ കാലഘട്ടത്തിലുള്ള ആ സാധനം. അപ്പൊ ആ ഒരു ഡച്ച് ഓണസ്റ്റി മീഡിയയിലും ഉണ്ട്. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഡച്ച് ഫാൻസിന് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതായത്
ഒരു വേൾഡ് കപ്പിന് മുമ്പ് ഒരു പോർച്ചുഗലിലോ അർജന്റീനയിലോ ബ്രസീലിലോ ഉണ്ടാവുന്ന ഒരു ആഘോഷം ഇംഗ്ലണ്ടിലും നെതർലൻഡ്സിലും ഉണ്ടാവാറില്ല. അവിടെ ഇങ്ങനെ നമ്മൾ കൊള്ളില്ല, നമ്മളതില്ല, നമുക്കിതില്ല, എന്തുകൊണ്ട് അങ്ങനെ, ആ ഒരു മൂഡാണ്. അപ്പോ ആ ഒരു മൂഡ് ടൂർണമെന്റ് ഫ്രണ്ട്ലി ആണോ എന്ന് ചോദിച്ചാൽ എന്റെ അഭിപ്രായത്തിൽ അല്ല. ഐ തിങ്ക് അതൊരു കൂടി കാരണമാണ് ഇംഗ്ലണ്ടും ഈ ഡച്ചും രണ്ട് ടീമിനും ഈ ബിഗ് സ്റ്റേജിൽ പ്രഷർ കൂടിയിട്ട് പെർഫോം ചെയ്യാൻ പറ്റാത്തത്. സോ ഇതിലേക്ക് നമുക്ക് വരാം, നമുക്ക് സ്ക്വാഡ് നോക്കാം. സുദീപ് ബാ. 1 മിനിറ്റ് എനിക്ക് അതിലേക്കൊന്ന് ജസ്റ്റ് ആഡ് ഓൺ ചെയ്യാൻ ഒരു കാര്യമുണ്ട്. ഇപ്പോ പറഞ്ഞില്ലേ പ്രഷറിന്റെ കേസ്. ഇപ്പൊ പറയുമ്പോൾ ടാക്ടിക്കലി നമ്മൾ പറഞ്ഞെങ്കിലും ടീമിൽ നല്ല എക്സ്പീരിയൻസ്ഡ് പ്ലേയേഴ്സ് ഉണ്ട്, മിഡ്ഫീൽഡിലായാലും ഡിഫൻസിലായാലും. അപ്പൊ ഇവർക്ക് പ്രൂവ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ഉള്ളൊരു വേൾഡ് കപ്പാണ്. അതാവും ഇവര് ഈ വേൾഡ് കപ്പിൽ പുഷ് ചെയ്യുക എന്നുള്ളതാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. അതിനെ തന്നെ ഞാൻ പറഞ്ഞത്. അതായത് സീനിയർ പ്ലേയേഴ്സിന്റെ ഈ ക്രിറ്റിസിസമും ഈ ജഡ്ജിങ്ങും ചില സമയത്ത് ഒരു പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റും വേണ്ടേ. ചില പ്ലേയേഴ്സിന് നമ്മൾ പറയില്ല, അതായത് ചിലവരെ താത്തി കെട്ടിയാൽ അവർ അതിൽ നിന്ന് കയറി വരും. ബട്ട് സം പീപ്പിൾ ഓൾസോ നീഡ് എ ഹാൻഡ് ഓൺ യുവർ ഷോൾഡർ എന്ന് പറയില്ല. ഒരു അതായത് ഈ വാൻ ബാസ്റ്റൻ, നമ്മുടെ ടെൻഹാഗ് അല്ല, അതിന് മുമ്പുള്ള യുണൈറ്റഡ് മാനേജർ ആരായിരുന്നു, നമ്മുടെ ഡച്ച് കോച്ച് വാൻഗാൽ ആണെങ്കിലും ഇപ്പൊ സ്ലോട്ട് ആണെങ്കിലും ഇവര് ബ്ലണ്ടായിട്ട് പറയുന്ന കാര്യങ്ങള് ഇപ്പം ഈ വേൾഡ് കപ്പിൽ ബ്രോബി ഉണ്ട് അല്ലെങ്കിൽ ക്ലൈവേർട്ട് ഉണ്ട്, ഇവരിപ്പൊ തന്നെ പറയും. അതായത് ഇപ്പൊ നിങ്ങൾ തപ്പിയാൽ തന്നെ കിട്ടും, അവന് ഈ വേൾഡ് കപ്പിൽ കളിക്കാനൊന്നും കൊള്ളില്ല. അത് സ്വരൂപ് പറഞ്ഞ പോലെ ചില പ്ലേയേഴ്സിന് സ്പേർ ചെയ്യായിരിക്കും, പക്ഷെ ചിലവര് അവരെ ഐഡലായിട്ട് കാണുന്ന ഒരാള് അവര് ടീമിൽ എത്തുമ്പോ അവരെ താത്തിക്കെട്ടുമ്പോ ഉള്ള കോൺഫിഡൻസും പോവും, പ്രഷറും ആവുന്നതാണ് എന്റെ ഒരു നിഗമനം. ഇപ്പോ നെതർലൻഡ്സിന്റെ ആ ഒരു പ്രശ്നം പറഞ്ഞല്ലോ, മാനേജേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. ഇപ്പൊ ടെൻഹാഗ് ഉണ്ടായിരുന്നു, സ്ലോട്ട് ഉണ്ടായിരുന്നു, വാൻഗാൾ, ഇവരൊക്കെ വലിയൊരു പേരായിട്ട് വരുന്നു. അതായത് ഡച്ച് ലീഗിൽ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടാണ് ഇവരൊക്കെ വരുന്നത്. അതിന്റെ വേറൊരു വശം എന്ന് വെച്ചാൽ പ്ലേയേഴ്സ് ആണ്. നേരത്തെ ഈ ഡച്ച് ഫുട്ബോള് വളരെ മികച്ച പ്ലേയേഴ്സ് ഒക്കെ വരുന്ന സമയം എന്ന് വെച്ചാൽ ഡച്ച് ലീഗ് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന ഒരു സമയം. ഡച്ച് ലീഗിലെ അയാക്സ്, എസ്പെഷ്യലി അയാക്സിനെയൊക്കെ നമ്മൾ പറയുക ഏറ്റവും വലിയ എലൈറ്റ് പ്ലേയേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു, ഇപ്പൊ നമ്മള് ലാ മെസ്സിയെ ഒക്കെ പറഞ്ഞ പോലെ അതുപോലൊരു അക്കാഡമി സിസ്റ്റം ഉള്ള ക്ലബായിരുന്നു അയാക്സ്. അയാക്സ് ആയിരുന്നു ഡോമിനേറ്റ് ചെയ്യുന്നത് മിക്കവാറും ഡച്ച് ലീഗിൽ. പക്ഷെ ഇപ്പൊ അയാക്സ് താഴേക്ക് പോകുന്ന ഒരു സമയമാണ്. അയാക്സ് ആ കൺസിസ്റ്റൻസി, പഴയ കൺസിസ്റ്റൻസി ഇല്ല. അതിലൊരു കാര്യമുള്ളത്, നേരത്തെയൊക്കെ നല്ല പ്ലേയേഴ്സ് കുറച്ചു കാലം അവിടെ കളിച്ചിട്ട് അയാക്സിൽ കളിച്ചിട്ടാണ് അവർ വരാറുള്ളത്. ഇപ്പോ ആ പ്ലേയേഴ്സ് നേരത്തെ തന്നെ പ്രീമിയർ ലീഗോ അല്ലെങ്കിൽ വലിയ പൈസയുള്ള ലീഗുകളിലേക്ക് പെട്ടെന്ന് പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ ആ ഒരു ഡച്ച് സ്റ്റൈലും അയാക്സ് സ്റ്റൈലും ഒന്നും കളിച്ച് പരിചയമൊന്നും ആവുന്നതിന് മുമ്പ് കുറച്ചും കൂടി ഈ ടാക്ടിക്കൽ ആയിട്ടുള്ള ഡിഫൻസീവ് ടാക്ടിക്സും മറ്റേ ടാക്ടിക്സ് ഒബ്സസ്ഡ് ആയിട്ടുള്ള ക്ലബുകളിലേക്ക് പോയി അങ്ങനെ ഒരു സ്റ്റൈല് തന്നെ അവരുടെ വിട്ടു പോകുന്ന ഒരു അവസ്ഥ വരുന്നുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. അപ്പോ ഇല്ലെങ്കിൽ അതെ, ആ വിങ്ങേഴ്സ് ആയാലും ഫോർവേഡ്സ് ആയാലും അങ്ങനെ പോരാ, ഇങ്ങനെയുള്ള ഫോർവേഡ്സ് ഒന്നും പോരാ ശരിക്കും. സ്കോഡിലേക്ക് വരുമ്പോ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കും. സ്കോഡിലേക്ക് പോവാല്ലേ ഈ ഒരു അതായത് സുദീപ് പറഞ്ഞോളൂ തന്നെ, ഈ ഡച്ച് ഫുട്ബോളിന്റെ സ്റ്റൈലും ഇപ്പത്തെ ഈ മാനേജേഴ്സ്, ഇപ്പം നമ്മൾ എറിക് ടെൻഹാഗിന് മുമ്പ്, എറിക് ടെൻഹാഗ് ഇവിടെ വർക്കായി, ബോത്ത് സ്ലോട്ടും ടെൻഹാഗും ഡച്ച് ലീഗിൽ വർക്കായി. വാൻഗാൽ ഇസ് എൻ ഓൾ ടൈം ലെജൻഡ് ഓഫ് ദ ഗെയിം, നമുക്ക് അതിലൊരു തർക്കമില്ല. പക്ഷെ ഇപ്പം വർക്കൗട്ട് ആവുന്നില്ല, അല്ലെ വർക്കൗട്ട് ആയില്ല. എനിക്ക് തോന്നുന്നു ഈ ഡച്ച് ഓണസ്റ്റിയും ഇവർ പറയുന്ന ഈ ബ്ലണ്ട് രീതി ഇന്നത്തെ തലമുറയിലെ പ്ലേയേഴ്സിന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നത്. അപ്പം കാരണം എത്രത്തോളം ക്ലോപ്പിനെ കുറിച്ച് പറഞ്ഞാലും, നമ്മൾ എത്രത്തോളം വെബ് ഗോർഡിനെ കുറിച്ച് പറഞ്ഞാലും, ഇപ്പൊ സ്ലോട്ടിനെ പോലെയോ ടെൻഹാഗിനെ പോലെയോ വാൻഗാലിനെ പോലെയോ പ്ലേയേഴ്സിനെ അത്രത്തോളം അവര് പബ്ലിക്കലി ക്രിട്ടിസൈസോ സ്ക്രൂട്ടിനൈസോ ചെയ്യില്ല. അത് അലക്സ് ഫെർഗ്യൂസൺ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത്, അതായത് പണ്ട് പ്ലേയേഴ്സിനെ ഡീൽ ചെയ്ത പോലെ ഇപ്പൊ ഡീൽ ചെയ്യാൻ പറ്റൂല. കാരണം ഇപ്പത്തെ ജെൻസി പിള്ളേരും ചെറിയ പിള്ളേരും ഒരു ക്രിറ്റിസിസം എടുക്കുന്ന രീതി പഴയ പ്ലേയേഴ്സിനെക്കാട്ടും ഒരുപാട് വ്യത്യാസമുണ്ട്. എനിക്ക് തോന്നുന്നു അതും ഇത് വേറെ ടോപ്പിക്കാണ് ആക്ച്വലി. ടച്ച് മാനേജേഴ്സ് എന്തുകൊണ്ട് അവരെ കമ്മ്യൂണിക്കേഷൻ ഇന്നത്തെ യങ്സ്റ്റേഴ്സിന് വർക്ക്ഔട്ട് ആവുന്നില്ല എന്ന്. പക്ഷെ ഈ വേൾഡ് കപ്പിലും അത് അപ്ലിക്കബിൾ ആണ്. എത്രത്തോളം റൊണാൾഡ് കോമന്റെ ഈ സ്ട്രോങ് മാൻ സ്റ്റൈല്
ഈ വേൾഡ് കപ്പിൽ പ്രഷർ വരുമ്പോ ഈ പ്ലേയേഴ്സിന് അത് വർക്ക്ഔട്ട് ആക്കാൻ പറ്റുമെന്ന് നമുക്ക് വായിക്കാം, സ്ക്വാഡ് വായിക്കാം. അപ്പോ സ്ക്വാഡിലേക്ക് വരാം. അപ്പോ ഫസ്റ്റ് ഗോൾ കീപ്പേഴ്സ് ആയിട്ടുള്ളത് ബാർട്ട് വെർബ്രൂഗൻ, പിന്നെ മാർക്ക് ഫ്ലെക്കൻ, റൂബൻ റോൾഫസ്. ഇവര് 3 പേരാണ് ഗോൾ കീപ്പേഴ്സ് ആയിട്ടുള്ളത്. അപ്പോ അത് വേറെ ഡൗട്ട് ഇല്ല, വെർബ്രൂഗനാണ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് മിക്കവാറും കാണുന്നത് അല്ലെ. ഇതിൽ തന്നെ ക്വാളിറ്റിയുടെ ഒരു ക്ഷാമം കാണാനുണ്ടല്ലേ. ഈ ഗോൾ കീപ്പേഴ്സിനെ മറ്റു ഫേവറേറ്റുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവര് എത്രത്തോളം അവരുടെ ടീമിൽ കയറും. ഇന്നലെ നമ്മുടെ സ്പെയിൻ വീഡിയോയിൽ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ മറ്റേ ബാഴ്സയിലെ കീപ്പറിനെ കുറിച്ച് പറഞ്ഞില്ല എന്നുള്ളത്. അവിടെ ബാഴ്സയിലെ കീപ്പർ തന്നെ തേർഡാ വരുന്നത്. പുള്ളി ഡച്ച് ആയിരുന്നെങ്കിൽ പുള്ളി സ്റ്റാർട്ട് ചെയ്യും. ഇല്ല അതന്നെ, നമ്മളിപ്പം ഇന്നത്തെ കേസിൽ നോക്കുകയാണെങ്കിൽ അവിടെ സൈമൺ വേണോ റയ വേണോ എന്നുള്ളതാണ് അവരുടെ ആദ്യത്തെ ഡൗട്ട്. ഗാർസിയ ക്ലിയർ തേർഡ് ചോയ്സ്. ഐ മീൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കീപ്പർ വേറൊരു ടീമിൽ പോയിട്ട് തേർഡ് ചോയ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഷോസ് ദ ലക്ഷറി. അതിനെ സംബന്ധിച്ചോളം ഇവിടെ വെർബ്രൂഗൻ, ഫ്ലെക്കൻ എല്ലാം ഒരു മിഡ് ടേബിൾ ടു റെലഗേഷൻ ആ ടീമിന്റെ സ്റ്റാർട്ടർ ആയിട്ട് മാത്രമുള്ളതാണ്. അപ്പം അത് ഒരു വലിയ ബിഗ് ഗൾഫാണ്. എന്താ പറയാ, വാൻഡസാർ പോലെയുള്ള കീപ്പേഴ്സ് ഒക്കെ ഉണ്ടായിരുന്ന ഡച്ച് എന്താ പറയുക ഡെക്കേഡ്സ് ആയിട്ട് whenever you're seeing ഒരു ബെസ്റ്റ് ഗോൾ കീപ്പർ ഇൻ ദ വേൾഡ്, ഡച്ച് പോലും ബെസ്റ്റ് ഗോൾ കീപ്പർ ഇൻ ദ വേൾഡ് ടോപ്പ് 10 ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ കിട്ടാവുന്ന കുറെ പേരുകൾ അവരുണ്ടായിരുന്ന ഒരു ലിസ്റ്റിൽ നിന്നാണ് നമ്മളിപ്പം എന്താ പറയാ വെർബ്രൂഗൻ സ്റ്റാർട്ട് ചെയ്യോ ഫ്ലെക്കൻ സ്റ്റാർട്ട് ചെയ്യോ എന്നുള്ള ഇതിലേക്ക് എത്തുന്നത്. വെർബ്രൂഗൻ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക, കാരണം ഇതുവരെയുള്ള ഗെയിംസ് ഒക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ whenever an important game comes വെർബ്രൂഗൻ ആണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതെ. എനിവേ ഈ രണ്ടുപേരായാലും ഈ ഷോട്ടുകള് സേവ് ചെയ്യാൻ, ലോങ് റേഞ്ച് ഷോട്ടുകളൊക്കെ സേവ് ചെയ്യാനൊക്കെ റൂബിൻ റോഫസിന്റെ നമ്മള് സണ്ടർലാൻഡില് ഏറ്റവും കൂടുതൽ ടീംസ് അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരു ടീം കൂടിയാവും. ഒരുപാട് ഷോർട്ട് സേവിങ്ങിലൊക്കെ നല്ല ഇംപ്രസ് ചെയ്ത ഇതാണ്. എന്തായാലും ക്വാളിറ്റി ആ ക്വാളിറ്റി ഇല്ലെങ്കിലും 3 പേരും ഏകദേശം ഒരേ ലെവലിലുള്ള ഇങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ട്. എന്നാലും ഡിഫൻഡേഴ്സിലേക്ക് വരാം. ഡിഫൻഡേഴ്സ് ഒബ്വിയസ്ലി VVD വെർജിൻ വാൻ ഡൈക്ക് ലിവർപൂളിന്റെ ഗോൾ കീപ്പർ ഉണ്ട്, പിന്നെ പോൾ വാൻ ആക്കി, നാത്തൻ ആക്കി, മിക്കി വാൻഡവൻ, ഡംഫ്രീസ്, യാറൽ ഹാറ്റോ, യൂറിൻ ടിംബർ. ഇതാണ് ഡിഫൻസീവ് നിര. ഡിഫൻസീവ് നിരയാണ് നോക്കുമ്പോൾ അവരുടെ ഏറ്റവും സ്ട്രോങ് പോയിന്റ് എന്ന് പറയാൻ പറ്റുന്ന കാര്യമല്ലേ. ഡിഫൻസീവ് പറഞ്ഞ പോലെ ഒരു എലൈറ്റ് എന്ന് പറയാൻ പറ്റില്ല മൊത്തത്തില്, ബട്ട് സ്റ്റിൽ ഇവരുടെ സ്ട്രോങ്സ്റ്റ് പോയിന്റ് ഡിഫൻസ് ആണ്. അതിൽ തന്നെ ഇപ്പോ പൊസിഷൻസ് പറയുകയാണെങ്കിൽ വാൻഡേക്ക് എന്തായാലും സ്റ്റാർട്ടർ ആണ്, ഷുവർ സ്റ്റാർട്ടർ ആണ്. പിന്നെ സെൻട്രൽ ബാക്സ് രണ്ടും വാൻ ഹേക്കി ആവും സ്റ്റാർട്ട് ചെയ്യാം ഒപ്പം പേരായിട്ട്. ബട്ട് ബാക്കി 2 പൊസിഷൻ ആരാവും എന്നുള്ളത് ഡംഫ്രൈസ് ഫിറ്റാണ്, മീൻസ് ഡംഫ്രൈസ് ആവും റൈറ്റിൽ സ്റ്റാർട്ട് ചെയ്യുക. ബട്ട് ലെഫ്റ്റിലെ ഇത്തിരി ക്ലാരിറ്റി ഇല്ല, അവിടെ ആരാ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതിന്റെ ഒരു ക്ലാരിറ്റി ഇല്ല. ഇത്ര നല്ല ഡിഫെൻസീവ് പ്ലേയേഴ്സ് ഉണ്ടായിട്ട് അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ, മീൻസ് അറ്റാക്കിങ്ങിലേക്ക് പോയി കളിക്കാൻ പറ്റിയ ഒരു പ്ലെയർ, പ്രോപ്പർ വിങ് ബാക്ക് എന്നുള്ള രീതിയിൽ ആരും ഇല്ല അതില്. പിന്നെ ലെഫ്റ്റ് കളിക്കാന്നുള്ളതാ. അവിടെ ലെഫ്റ്റ് കളിക്കാം എന്ന് പറയുന്ന എല്ലാവരും ലെഫ്റ്റ് ഫൂട്ടഡ് ആയത് കൊണ്ട് ലെഫ്റ്റ് ബാക്ക് കളിക്കുക എന്നുള്ളതാണ്. ചെയ്തു പോകാനുള്ള പ്രതീക്ഷയൊന്നും കൂമനില്ല. എന്താ പറയാ, കോമ്പാക്ട് ആയി ലെഫ്റ്റ് ബാക്ക് സെന്റർ ബാക്ക് കളിക്കുന്നതിനെക്കാട്ടും കുറച്ചൊന്ന് കളിക്കാന്നല്ലേ ഉള്ളൂ. അല്ലാണ്ട് കൂമന്റെ ടീമിൽ അങ്ങ് കേറിപ്പോയിട്ടോ അല്ലെങ്കിൽ ഇൻവെർട്ട് ചെയ്തിട്ടൊന്നും കളിക്കാനുള്ള ഉദ്ദേശമൊന്നും എന്തായാലും ലെഫ്റ്റ് ബാക്കിൽ ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. അവരെ ഡിഫൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഡംഫ്രീസ് സ്റ്റാർട്ട് ചെയ്യും എന്നാണ് യൂഷ്വലി കാണുന്നത് റൈറ്റ് ബാക്ക് എന്ന് പറയുന്നത്. പക്ഷെ അവിടെ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡംഫ്രീസ് ഇസ് ഗോയിങ് ടു ബി അറ്റാക്കിംഗ് ഓപ്ഷൻ. അപ്പൊ ഇവര് അറ്റാക്ക് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത്. ഹ്യൂമൻ അറ്റാക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഡംഫ്രീസ് അവിടെ ഒരു മിസ്ഫിറ്റ് ആണ്. അത് അങ്ങനെ പറയാനുള്ള കാരണം വെച്ചാൽ ഫ്രിംപോങ്ങിന് ടീമിൽ എടുത്തിട്ടില്ല. അവരുടെ നോട്ടബിൾ ഒമിഷൻ എന്ന് പറയുന്നത് ഫ്രിംപോങ് ആണ്. ഫ്രിംപോങ് ക്യാൻ പ്ലേ റൈറ്റ് ബാക്ക്, ഹി ക്യാൻ പ്ലേ റൈറ്റ് വിങ് ബാക്ക് ആൻഡ് റൈറ്റ് വിങ്ങർ. നെതർലാൻഡ്സിൽ കഴിഞ്ഞ 2-3 കളിയായിട്ട് റൈറ്റ് വിങ് കളിച്ചത് ഫ്രിംപോങ് ആണ്. അപ്പം അങ്ങനെയുള്ള ഒരാളെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ടൂ മച്ച് ഓഫ് അറ്റാക്ക് അല്ല, കുറച്ചുകൂടി ഡിഫെൻസീവ് സെറ്റപ്പ് ആണ് വേണ്ടത് എന്നതായിരിക്കൂലേ.
അങ്ങനെ ആ ഒരു ആംഗിൾ വെച്ച് നോക്കുമ്പോൾ ഈവൻ ഡംഫ്രീസും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ? അതിലും കൂടുതൽ ടിംബർ ആയിരിക്കൂലേ, ടിംബർ ഫിറ്റ് ആണെങ്കിൽ. അവിടെയാണ് എന്റെ ഡൗട്ട്. ടിംബർ ക്യാൻ ഓൾസോ സ്റ്റാർട്ട് ആസ് യുവർ സെന്റർ ബാക്ക്. സെന്റർ ബാക്കിന്റെ ആവശ്യം വരുന്നുണ്ടോ? എനിക്കിത് ബാലൻസിങ് ആക്കണ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞപ്പോ ലെഫ്റ്റ് ബാക്കില് ഈ പറയുന്ന വാൻഡവൻ പോലുള്ള ഒരു സെൻട്രൽ ബാക്കിനെ കളിപ്പിച്ചു കഴിഞ്ഞാൽ ഡംഫ്രീസിനെ അറ്റാക്കിങ്ങിലേക്ക് വിട്ടു കഴിഞ്ഞാൽ മീൻസ് മിഡ്ഫീൽഡേഴ്സ് അല്ലെങ്കിൽ അറ്റാക്കിംഗ് ഇതിൽ നോക്കുമ്പോൾ ലെഫ്റ്റില് ഗ്യാപ്പോ ഉണ്ട്, റൈറ്റ് സൈഡിൽ ഇത്തിരി വീക്കാണ്. അപ്പൊ അങ്ങനെ ഒരു ബാലൻസിങ്ങിന് വേണ്ടിയിട്ടാണോ ഇങ്ങനെ ഒരു സെലക്ഷൻ എന്നുള്ളത് ഒരു ചോദ്യമാണ്. കാരണം ഇപ്പൊ ടീമിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം റൈറ്റ് വിങ്ങർ ഇല്ല സ്ക്വാഡില്. അപ്പം മോസ്റ്റ്ലി ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറിനെ മീൻസ് ഉള്ളിലേക്ക് മൂവ് ചെയ്യണ ഒരു പ്ലെയറിനെ ആവും അവിടെ കളിപ്പിക്കുക. അപ്പോ ഡംഫ്രീസിന് വിഡ്ത്ത് കീപ്പ് ചെയ്യാനായിട്ട് ഡംഫ്രീസ് മുമ്പിലേക്ക് പോണ ഒരു അതിനുള്ള സാധ്യത ഉണ്ട്. അത് ടാക്ടിക്കലി കോംപ്രമൈസിങ് ആയിട്ടാണ് സെലക്ഷൻ കണ്ടിട്ട് തോന്നണേ. അതെ, കാരണം അത് ബൈ ചോയ്സ് ആണ്. ഫ്രിംപോങ്ങിനെ എടുത്തിട്ടില്ല അവർ, അല്ലെങ്കിൽ റൈറ്റ് വിങ്ങർ ആയിട്ടെങ്കിലും ഫ്രിംപോങ്ങിനെ കളിപ്പിക്കായിരുന്നു. ഈ നല്ല ഡിഫെൻസീവ് ലൈനാണ്, കിടിലോ ആണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു ബാലൻസ് ഇല്ലായ്മയുണ്ട്. എല്ലാവരും ഒരുപോലത്തെ പ്ലേയേഴ്സ് ആണ്. അതായത് ഇതിലിപ്പോ വാൻഹെക്കെ ആണെങ്കിലും വാൻഡവൻ ആണെങ്കിലും നമ്മുടെ ആക്കെ ആണെങ്കിലും ഒക്കെ ഒരു പൊസിഷനിൽ കളിക്കാൻ പറ്റുന്ന പ്ലേയേഴ്സ് ആണ്. ഈ പറഞ്ഞ എല്ലാ പേരുകളും ഡിഫൻസിലെ എല്ലാ പേരുകളും ഇൻഡിവിജ്വൽ നമ്മൾ നോക്കുമ്പോൾ കിഡിലൻ ഡിഫൻസീവ് പ്ലേയേഴ്സ് ആണ് ഡിഫൻസിലെ. പക്ഷെ ഈ പറഞ്ഞ ഒരു ബാലൻസിന്റെ പ്രശ്നമുണ്ട്. ഇനി ഈ സ്ക്വാഡ് 3 at the back കളിക്കാനാണോ എടുത്തതെന്ന് വെച്ചാൽ അല്ല. കാരണം ഫ്രീപോങ് അങ്ങനെയാണെങ്കിൽ വന്നേനെ, ലെഫ്റ്റ് വിങ് ബാക്ക് ആയിട്ടുള്ള പ്ലേസ് വന്നേനെ. ഇത് നോക്കുമ്പോൾ ഉറപ്പായിട്ട് 4 at the back കളിക്കാൻ തന്നെയാണ്. അപ്പൊ അപ്പോഴാണ് ഈ ബാലൻസിന്റെ പ്രശ്നം അവിടെ വരുന്നത്, ഈ പ്ലേയേഴ്സിന്റെ ഇതിലുള്ളത്. അതൊരു വിഷയം. ഇതിന്റെ ബാലൻസ് എങ്ങനെ, നിങ്ങൾ അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ഈ വെർജിൽ വാൻ ഡൈക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. അതിലൊരു കൺഫ്യൂഷൻ ആർക്കും ഇല്ല, അല്ലെ? ആളാണ്. പക്ഷെ കഴിഞ്ഞ യൂറോന്റെ സമയത്തായാലും ഒക്കെ ഒരുപാട് മിസ്റ്റേക്സ് വരുത്തിയ പ്ലെയർ ആണ് വെർജിൽ വാൻ. കാര്യം ലിവർപൂൾ ഫാനാണ്, അറിയാം. അതിന്റെ കാരണം എന്നുള്ളത് വേറെയാണ്, ഏജ് ആണ്. ഈ വേൾഡ് കപ്പ് തുടങ്ങി കഴിഞ്ഞ ജൂലൈ 8 ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത്. 35 വയസ്സാണ്. അങ്ങനെയുള്ള ഒരു പ്ലെയർ ആണ് അവിടെ കളിക്കുന്നത്. ഇത് നമ്മൾ അറിയാം, ഇന്റർനാഷണൽ മാച്ചാണ്, അങ്ങനെ വലിയ പ്രശ്നങ്ങൾ വരില്ല എന്നൊക്കെ പറഞ്ഞിട്ടും യൂറോയില് ഒരുപാട് മിസ്റ്റേക്സ് വരുത്തി. അതൊക്കെ അവരെ അഫക്ട് ചെയ്തിരുന്നു ടൂർണമെന്റിൽ. ഇത് വീണ്ടും 2 വർഷം കൂടി കഴിഞ്ഞു. ലിവർപൂളില് കുറച്ച് ഒരുപാട് മിസ്റ്റേക്സ് വരുത്തിയ സീസണാണ്. അപ്പോ വെർജിൽ വാൻ ഡൈക്ക് ഒരു ഡിഫൻസിലെ കീ പ്ലെയർ ആയിട്ട് വരുമ്പോ ഇങ്ങനെയുള്ള മിസ്റ്റേക്സ് ഒക്കെ വരുത്തുന്ന ഒരു പ്ലെയർ കൂടിയാണ് എന്നുള്ളതും ഈ ബാലൻസിന്റെ പ്രശ്നവും ഇതെല്ലാം കൂടി വരുമ്പോ ഡിഫൻസിലെ പേരുകൾ വലുതാണെങ്കിലും ഡിഫൻസ് അവർക്കൊരു പ്രശ്നമായിട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിനൊരു വേറൊരു ആംഗിൾ ഞാൻ പറയാം. ഈ ഡിഫൻസ് കണ്ട് ഞാൻ ഇങ്ങനെ ഇപ്പം സുദീപ് പറയുമ്പോൾ ആലോചിക്കായിരുന്നു. അതായത് വാൻ ഡൈക്ക്, വാൻഹെക്കെ, ആക്കെ, മിക്കി വാൻഡവൻ, ഹാറ്റോ, ടിംബർ എല്ലാരും നല്ല സൈസ് പ്ലേയേഴ്സ് ആണ്. കൂമൻ കൂമന് ഈ സ്ക്വാഡ് വെച്ച് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം, അല്ലെങ്കിൽ സ്വരൂപര് കിട്ടി, ആർട്ടറ്റ ബ്രാൻഡ് ഓഫ് ഫുട്ബോൾ. അതായത് 4 സെന്റർ ബാക്കിനെ വെച്ചിട്ട് കളിക്കുക. അല്ല, സ്ക്വാഡിന്റെ സ്ട്രെങ്ത് വെച്ചല്ലേ കളിക്കേണ്ടത്. 4 സെന്റർ ബാക്കിനെ വെച്ച് കളിക്കുക. ഇപ്പൊ മിഡ്ഫീൽഡ് വായിക്കുമ്പോഴും കിട്ടും, വലിയ ടീംസ് ആണ്, എന്തായാലും സ്ട്രൈക്കർമാരില്ല. ഗോ ഫോർ യുവർ സെറ്റ് പീസസ്, ഡിഫെൻഡ്. കാരണം വേൾഡ് കപ്പില് ഹൈറ്റ് ഒരു വലിയ എലിമെന്റ് ആണ്. നമ്മൾ ജപ്പാന്റെ കൂടെയും ചെറിയ ടീംസിനും കൂടെ കളിക്കും. ചെറിയ ടീംസ് മീൻസ് ബൈ സൈസ്. യൂറോപ്യൻ ടീംസ് അല്ലാത്ത, നോർഡിക് ടീംസ് അല്ലാത്ത ടീംസ് പൊതുവെ ഹൈറ്റ് കുറഞ്ഞ ടീംസ് എന്തായാലും അഡ്വാൻറ്റേജ് ഉണ്ട് അവർക്ക്. ഓക്കെ, മിഡ്ഫീൽഡ് നോക്കാം, നമുക്ക് അത് വർക്ക്ഔട്ട് ആവും നോക്കാം, ലാസ്റ്റ് നമുക്ക് കിട്ടും. ജസ്റ്റ് ഒരു കാര്യം കൂടി ആഡ് ചെയ്യാം. ഇപ്പൊ ഹാറ്റോ ലെഫ്റ്റ് ബാക്ക് കളിക്കും എന്നുള്ളതും കൂടി പറയട്ടെ. ഇനി ചെൽസി ഫാൻസ് വന്നിട്ട് നമ്മൾ ഹാറ്റോനെ കുറിച്ചൊന്നും പറഞ്ഞില്ല എന്നൊക്കെ പറയും. ഹാറ്റോയുടെ ഒരു ഓപ്ഷനാണ് ഓഫ് കോഴ്സ്, പക്ഷേ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. മിഡ്ഫീൽഡേഴ്സ് നോക്കാം. അതായത് ഒരു പ്ലേയേഴ്സിനെ കുറിച്ചും പറഞ്ഞില്ല എന്ന് പറയുന്നത് തെറ്റാണ്. എല്ലാ പ്ലേയേഴ്സിന്റെയും പേരും സുദീപ് വായിക്കുന്നുണ്ട് കേട്ടോ. നമ്മള് സ്ക്വാഡിനെ കുറിച്ച് പറയുമ്പോൾ കൂടുതലും പറയുന്ന പേരുകൾ ഇതായത് കാരണം മാനേജേഴ്സിന് പ്രിഫർ ആയിട്ടുള്ള പ്ലേയേഴ്സ് ഇവരാണ് എന്നുള്ള ഒരു ഇത് വെച്ചിട്ടാണ്. അല്ലാതെ അവര് മോശക്കാരായിട്ടല്ല.
അത് ഡിസ്കസ് ചെയ്യുമ്പോൾ 11 പിന്നെ ഒരു 5 സബ് 16 അത്രയൊക്കെ യൂഷ്വലി നമ്മളും പോകാറുള്ളൂ. 26 എത്തിയാൽ കുറെ പറയേണ്ടി വരും. യെസ് ഓഫ് കോഴ്സ് മിഡ്ഫീൽഡേഴ്സിലേക്ക് വരാം. മിഡ്ഫീൽഡേഴ്സിൽ ഓഫ് കോഴ്സ് അവരുടെ ഏറ്റവും ക്രൂഷ്യൽ പ്ലെയർ, ഈ ഫുൾ സ്ക്വാഡിലെ ക്രൂഷ്യൽ പ്ലെയർ ഓഫ് കോഴ്സ് ഫ്രാങ്കി ഡിയോങ്, പിന്നെ റേഞ്ചേഴ്സ് ജസ്റ്റിൻ ക്ലൈവേർട്ട്, ടിംബർ, കൂപ്പ് മൈനേഴ്സ്, ഗ്രാവൻബർച്ച് ലിവർപൂൾ പ്ലെയർ, മാർട്ടിൻ ഡെ റൂൺ അറ്റ്ലാന്റയുടെ പ്ലെയർ ആണ്, പിന്നെ ഗൂസ് ടിൽ, മാക്സ് വീഫർ. ഇതാണ് അവരുടെ മിഡ്ഫീൽഡ് തരം. ഡിയോങ് കൺഫേം സ്റ്റാർട്ടർ ആണ്. ഡിയോങ്ങിന്റെ കൂടെ ആരാന്നുള്ളതാണ്. റെയിൻഡേഴ്സ് മിക്കവാറും കളിക്കും. അതിന്റെ ഒരു റീസൺ സാവി സിമൻസ് ഇല്ല ഇപ്പൊ അവിടെ. അപ്പൊ അവർക്ക് ഒരു നമ്പർ 10 ഇല്ല ബേസിക്കലി. ഇല്ല, മൂവ്മെന്റ് കളിക്കുന്ന 4-2-3-1 കളിക്കാൻ പറ്റിയ നമ്പർ 10 ഇല്ല. പിന്നെ ക്ലൈവേർട്ടിനെ കൊണ്ടിടേണ്ടി വരും അവിടെ. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ മോസ്റ്റ്ലി ഫ്രാങ്കി ഡിയോങ്ങും ഡിയോങ്ങിന് പാർട്ട്ണർ ആരാ എന്നുള്ളത് ഒരു വലിയൊരു ഓപ്ഷനാണ്. ഗ്രാവൻബർച്ച് വേണോ, മാർട്ടിൻ ഡി റൂൺ വേണോ, കൊപ്മീനസ് വേണോ എന്നുള്ളത്. അത് കഴിഞ്ഞാൽ റെയിൻഡേഴ്സും വേണ്ടി വരും. ആ ഒരു സ്ക്വാഡ് ജയിക്കാന്ന് പറയുന്നില്ല, നിലനിൽക്കാൻ വേണ്ടിയിട്ടെങ്കിലും. ഈ ഗസ്റ്റിൽ ആക്ച്വലി ഒരു നമ്പർ 10 ആണ്. പുള്ളി നമ്പർ 10 ആണ്, പുള്ളി സ്ട്രൈക്കറും ആണ്. കഴിഞ്ഞ സീസൺ എനിക്ക് തോന്നുന്നു 14-15 ഗോൾ എന്തോ അടിച്ചിട്ടുണ്ട്. സോ പക്ഷെ PSV കളിച്ചത്. ലീഗ് ഐ തിങ്ക് PSV 1 അല്ലേ ഡെറിഡിവിസി. സോ അധികം ഞാൻ മാച്ചസ് കണ്ടിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു ഓപ്ഷൻ ഈ കൂപ്പ് മൈനേഴ്സും നമ്മുടെ സ്റ്റാർട്ടിംഗ് ആയിട്ട് പ്രോബബ്ലി എനിക്ക് തോന്നുന്നത് ഫ്രാങ്കി ഡിയോങ്, ഗ്രാവൻബർച്ച് ആൻഡ് റെയിൻഡിയേഴ്സ് ആയിരിക്കും. കാരണം നമ്പർ 10 ഐ തിങ്ക് കൂപ്പ് മൈനേഴ്സ് ഇസ് ടു ഡിഫെൻസീവ് ഈ ടീമിൽ കളിക്കാൻ. ജാവി സിമൻസ് ഉണ്ടെങ്കിൽ ചിലപ്പം കൂപ്പ് മൈനേഴ്സ് വർക്ക്ഔട്ട് ആവുമായിരുന്നു. ഡിയോങ് കുറച്ചും കൂടി നമ്പർ 8 കളിച്ചിട്ട് കൂപ്പ് മൈനേഴ്സ് ഹോൾഡിംഗ് ആയി. പക്ഷെ ഈ ടീമിൽ എന്തെങ്കിലും ഒരു ക്രിയേറ്റീവ് സ്പാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്രാവൻബർച്ചും നമ്മുടെ റെയിൻഡിയേഴ്സും അറ്റാക്കിംഗ് നമ്പർ 8 ആയിട്ട് കളിച്ചിട്ട് സിറ്റിംഗ് മിഡ്ഫീൽഡറായിട്ട് ഡിയോങ് കളിക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം ഡിയോങ്ങിനാണെങ്കിൽ നമ്മുടെ വൈഡ് പാസസും മൂവ്മെന്റും എല്ലാം ബോൾ റിസീവ് ചെയ്യാനും ഒക്കെ ബെറ്റർ ആയിരിക്കും എനിക്ക് തോന്നുന്നു. സെക്കൻഡ് ഓപ്ഷൻ ആയിട്ടായിരിക്കും തോന്നുന്നു ഗസ്റ്റിലും പ്രോബബ്ലി ഡിയോങ്ങിന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂപ്പ് മൈനേഴ്സ് വരുമായിരിക്കും. മാർട്ടിൻ ഡി റൂൺ കയറുമായിരിക്കും. വൈഫർ അറിയാം, നമുക്ക് പ്രീമിയർ ലീഗിൽ ഒരുപാട് ആൾക്കാർ കണ്ടതാണ്, നന്നായിട്ട് ഓടും. സോ ഐ തിങ്ക് ദാറ്റ് വേ എന്റെ ഒരു നിഗമനം അതാണ്. എന്താണ് തോന്നുന്നത്? യെസ്, അത് തന്നെയാണ് കറക്റ്റ് ആയിട്ട് അങ്ങനെ തന്നെയാണ് സംഭവിക്കാൻ സാധ്യത. കാരണം ഈ ഇവർക്ക് മിഡ്ഫീൽഡിൽ നിന്ന് എന്തായാലും ക്രിയേറ്റ് ചെയ്തേ പറ്റൂ. കാരണം അങ്ങനെയാണ് അവരുടെ ഇതിലേക്ക് വരാം. ഫോർവേഡ് നേരം അങ്ങനെയാണ്. അപ്പൊ മിഡ്ഫീൽഡില് റേഞ്ചേഴ്സ് സിറ്റിയിലൊക്കെ നമ്മൾ കളിക്കണ കണ്ടു. ഇതുപോലെ ലോ ബ്ലോക്ക് ആയിട്ടുള്ള ടീമിന്റെ ഇടയിൽ കൂടിയും ചില ക്രിയേറ്റീവ് പാസുകളായാലും ലോങ് റേഞ്ച് ഷോട്ടുകൾ, ബോക്സിലേക്ക് ലാസ്റ്റ് മിനിറ്റ് ഓടി വന്ന് മേക്ക് ചെയ്യുന്ന റൺസ്, ഇതൊക്കെ റേഞ്ചേഴ്സിന് അവിടെ നിന്ന് ചെയ്യാൻ പറ്റും. അപ്പോ ഫ്രാങ്കി ഡിയോങ്ങിന് അവിടെ മിഡ്ഫീൽഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും, ടെമ്പോ കൺട്രോൾ ചെയ്യാം. ഫുൾ കളി ആളിൽ കൂടി ആയിരിക്കും പോയിക്കൊണ്ടിരിക്കുക. അപ്പോ അതിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഗ്രാവൻബർച്ചിന് പറഞ്ഞ പോലെ അവിടെ നിൽക്കാനും പറ്റും. അപ്പൊ വന്ന് പ്രോഗ്രസ് ചെയ്യുന്ന പണി ഫ്രാങ്കി ഡിയോങ് ആയിരിക്കും, അല്ലെങ്കിൽ റേഞ്ചേഴ്സ്. ഇവര് രണ്ടുപേരും ചേർന്ന് ഗ്രാവി പരമാവധി അവിടെ ഹോൾഡ് ചെയ്ത് ബാക്കിയുള്ള പ്ലേയേഴ്സിനെ ഇതിലേക്ക് കൊണ്ടുവരാനൊക്കെ ശ്രമിക്കുന്ന ഒരു സിസ്റ്റം ആയിരിക്കും ഇവർക്ക് കളിക്കുക. അപ്പൊ നമ്മൾ നോക്കുമ്പോ ഓൺ പേപ്പർ ഈ സ്റ്റാർട്ട് ചെയ്യുന്ന 3 മിഡ്ഫീൽഡേഴ്സും കിട്ടുവാണ്. പക്ഷെ അത് കഴിഞ്ഞ് അതിന്റെ ബാക്കപ്പായിട്ട് മറ്റ് പല ടീംസിലും നമുക്ക് കാണാം, ബാക്കപ്പായിട്ട് വരുന്ന പ്ലെയറും ആ ക്വാളിറ്റിയുള്ള പ്ലെയേഴ്സ് പല ടീമിലും കാണാം. അല്ലെങ്കിൽ യങ്ങായിട്ടുള്ള പ്ലെയേഴ്സ് ആ നെക്സ്റ്റ് ഒരു ലെവലിലേക്ക് വരുന്ന പ്ലെയേഴ്സ് അതിൽ കാണാം. പക്ഷെ ഇതില് അങ്ങനെ ഒരു പേര് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോ അങ്ങനെ ഒരു പേര് നമ്മള് നെതർലാൻഡ്സ് ലൈനപ്പിൽ മുഴുവൻ അങ്ങനെ ഉണ്ടെന്ന് പറയാൻ പറ്റും. ഇപ്പൊ മാർട്ടിൻ ഡി റൂൺ കുറവാണ്. ഗൂസ്റ്റിലും കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള പ്ലെയർ, അങ്ങനെ എങ്ങൊരു പ്ലെയർ ആണെന്നൊന്നും പറയാൻ വയ്യ. അതായത് നമ്മുടെ മാർട്ടിൻ ഡി റൂൺ ഒക്കെ 35 വയസ്സായി, പുള്ളിയാണ് വന്നിട്ട് DM കളിക്കാൻ പോകുന്നത്. കുപ്പമേനേഴ്സ് അത്ര മോശമല്ല. അയാള് നല്ല പ്ലെയർ ആണ്. മീൻസ് സ്റ്റാർട്ടർ അല്ല, ബട്ട് സ്റ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വന്ന് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ഫസ്റ്റ് ഓപ്ഷൻ ആണ്.
പിന്നെ എനിക്ക് നമ്മൾ മിഡ്ഫീൽഡിനെ കുറിച്ചല്ലേ പറഞ്ഞായിരുന്നേ? അതെ അതെ കണ്ടിന്യൂ. ഇതിപ്പം എന്താ പറയാ, സ്പോയിൽഡ് ഫോർ ചോയ്സസ് ആയിട്ട് കളിക്കാത്തതല്ല. നമ്മൾ ഫ്രാൻസ് സ്ക്വാഡ് ആയാലും ഈവൻ ഇന്നലെ സ്പെയിൻ സ്ക്വാഡ് പറയുമ്പോഴും പലപ്പോഴും ഇൻപ്ലെയർ മറ്റു ബാക്കിലുള്ള പ്ലേയേഴ്സിന് ഈക്വലി ഗ്രേറ്റ് പ്ലേയേഴ്സ് ഉള്ളത് കൊണ്ട് ചിലപ്പോൾ ഇയാൾക്ക് കളിക്കാൻ പറ്റും. ആ ഒരു ഓപ്ഷൻ ആയിരുന്നു ഇന്നലെ നമ്മൾ പറഞ്ഞു. ഫാബിയൻ റൂയിസ് ഒക്കെ വേണേൽ കളിക്കാം, എങ്ങനെ വേണം അറ്റാക്ക് എന്ന്. നെതർലൻഡിന്റെ കേസിൽ ഈ ഹോൾ ഡിസ്കഷൻ ആര് കളിച്ചാലാ നന്നാവുക എന്നുള്ളതാണ്. ഇറ്റ്സ് നോട്ട് മോർ അബൌട്ട് ഇന്ന പ്ലെയറിന് പകരം ഇന്ന പ്ലെയർ കളിച്ചാൽ നമുക്ക് വേറെ ആംഗിൾ ഓഫ് അറ്റാക്ക് കിട്ടുന്നോ അല്ലെങ്കിൽ ബാലൻസ് കിട്ടുമോ എന്നുള്ളതല്ല. ഫ്രാങ്കി ഡിയോങ് മാത്രമാണ് എന്റെ ഇതില് കൺഫേംഡ് സ്റ്റാർട്ടർ. ഈവൻ ഗ്രാവൻബർച്ച് ഇസ് നോട്ട് എ കൺഫേംഡ് സ്റ്റാർട്ടർ ദർ. കൂട്ടത്തിൽ ഭേദം ഗ്രാവൻബർച്ച് ആണ് probably to start more. Rangers എന്തായാലും സ്റ്റാർട്ട് ചെയ്യും, എസ്പെഷ്യലി വിത്ത് Xavi Simons ഔട്ട് ഓഫ് ദി വേൾഡ് കപ്പ്. Rangers സ്റ്റാർട്ട് ചെയ്യുമായിരിക്കും. അപ്പോഴും അതും ഒരാള് പുറത്ത് പോയത് കൊണ്ട് വേറൊരാൾ സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നുള്ളത് ടിംബറാണ്. ടിംബർ ഈ പറഞ്ഞ പോലെ ഒരു ഓൾ ആക്ഷൻ മിഡ്ഫീൽഡർ എന്നൊക്കെ പറയും. എല്ലാ റോളും ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. മിഡ്ഫീൽഡില് 6 ആയാലും 8 ആയാലും 10 ആയാലും ഇതൊക്കെ കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ. അപ്പൊ അങ്ങനെ ഒരു വെറൈറ്റി അവർക്ക് ഉണ്ട്. പക്ഷെ എന്നാൽ തന്നെ ഈ പറഞ്ഞ വലിയൊരു ഒരു നമ്മള് മറ്റു ടീമുകളിൽ കാണുന്ന പോലെ അങ്ങനെയുള്ള പ്ലെയർ അല്ല. ആകെ ഈ പറഞ്ഞ പോലെ കുക്ക് മേനേഴ്സ് ആണ് അങ്ങനെ ഒരു പ്ലെയർ ബെഞ്ചിൽ ഉണ്ടാവുക. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അതൊന്ന് അല്ല ശരിക്കും നമ്മളിപ്പം നോക്കുമ്പോ മിഡ്ഫീൽഡ് സെലക്ഷൻസിൽ മിസ് ഔട്ട് ആയി എന്ന് പറയുന്നത് ഇഞ്ചുറി കാരണം സിമൻസ് അല്ലാണ്ട് വേറെ ആരും മിസ് ഔട്ട് ആയ ബിഗ് നെയിം ഒന്നുമില്ല. ഇതേ ഉള്ളൂ. ഇതാണ് സ്ക്വാഡ്. നമുക്ക് ഇതിനകത്തുനിന്ന് പെറുക്കിയെടുക്കാനുള്ള പ്ലേയേഴ്സ് ഉള്ളൂ. ഇപ്പൊ കൂമനെ നമുക്ക് സെലക്ഷൻ വൈസ് ഒരു പേര് ഓർത്തെടുക്കാൻ വരുന്നില്ല. ഫോർവേഡ് ലൈൻസിൽ പിന്നെയുണ്ട്. ഡിഫൻസിൽ നമുക്ക് പറയാം പ്രോബബ്ലി സ്വെൻ ബോട്ട്മൻ എടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഫ്രിംപോങ്ങിനെ എടുത്തില്ല എന്നൊക്കെ പറയാം. പക്ഷെ മിഡ്ഫീൽഡിൽ ഐ കാൺ തിങ്ക് ഓഫ് എനി അതർ പ്ലെയർ ഹു വുഡ് കം ഇൻ ആൻഡ് മേക്ക് എ ഡിഫറൻസ്. മേ ബി കമന്റ്സിൽ നമുക്ക് കിട്ടുമായിരിക്കും. മാറിപ്പോയ അതാണ് ഈ നെതർലൻഡ്സ് ഫാൻസ് ആരെങ്കിലും എന്തെങ്കിലും ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടെങ്കിൽ നമുക്ക് പറയാം. ഫോർവേഡ്സ് നോക്കിയാൽ എന്തായാലും നമുക്ക് ഫോർവേഡ്സിലേക്ക് വരാം. ഓപ്ഷൻ ഫോർവേഡ്സിനകത്തുണ്ട്. അത് ഇപ്പൊ അതെ, നമ്മൾ ലിസ്റ്റ് ചെയ്തപ്പോ ഫോർവേഡിലാണ് അല്ല മിഡ്ഫീൽഡിലാണ് ആ പേര് വന്നത്. ക്ലൈവേർട്ട്. ഓഫ് കോഴ്സ് ക്ലൈവേർട്ട് അറ്റാക്കിംഗ് മിഡ്ഫീൽഡിലൊക്കെ ബോർമത്തിൽ കുറെ കളിച്ചു. അതുകൊണ്ടായിരിക്കാം ആ പൊസിഷനിൽ പേര് വന്നത്. നമുക്കറിയാം ക്ലൈവേർട്ട് അവിടെ മാത്രമല്ല മറ്റു പൊസിഷനിൽ കളിക്കാൻ പറ്റും. അപ്പൊ ക്ലൈവേർട്ടിനെ കൂടി ഉൾപ്പെടുത്താം ഈ ഫോർവേഡ്സിൽ. ക്ലൈവേർട്ട് ഉണ്ട്, പിന്നെ കോഡി ഗാക്പോ ലിവർപൂൾ പ്ലെയർ, കോഴ്സ് പിന്നെ ഡൊണിൽ മാലൻ, ബ്രയൻ ബ്രോബി, പിന്നെ നോവ ലാങ്, മെംഫിസ് ഡിപേ, പിന്നെ വെൽക്രോസ്റ്റ്. എപ്പോഴുള്ള പ്ലെയർ ആണ് അവർക്ക് വെൽക്രോസ്റ്റ്. പിന്നെ സമ്മർവില്ലെ. ഇത്രയും പ്ലേയേഴ്സ് ആണ് ഫോർവേഡ് ലൈനപ്സിൽ വരുന്നത്. അപ്പോ ഒരു നോക്കുമ്പോ തന്നെ കാണാല്ലോ ഒരു വേൾഡ് ക്ലാസ്. മറ്റ് നമ്മള് ഇപ്പോ കഴിഞ്ഞ ദിവസം തന്നെ ഫ്രാൻസിന്റെ സ്കോർ ചെയ്തു. ഇന്നലെ നമ്മൾ സ്പെയിനിന്റെ പറഞ്ഞു, ബ്രസീലിന്റെ, അർജന്റീനയുടെ. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു എലീറ്റ് വേൾഡ് ക്ലാസ് പ്ലെയർ അവിടെ നമുക്ക് കാണാം, ഒരു ഫോർവേഡ്. പക്ഷെ ഈ പേരുകൾ വായിക്കുമ്പോൾ ഒരു ഓപ്പോസിഷൻ ടീമാണെങ്കിൽ ഒരു പേടി തോന്നുന്ന ഒരു പ്ലെയർ എന്ന് പറയാൻ ഫോർവേഡ് ലൈനപ്പിൽ കാണാനേ ഇല്ല. അപ്പൊ അതാണ് അവരുടെ ഒരു മെയിൻ ഡിഫിഷ്യൻസി എന്ന് പറയുന്നത്. നമുക്ക് എന്താണ് പേടി തോന്നുന്ന പ്ലെയർ ഗാക്പോ മാത്രമേ ഉള്ളൂ. അത് ലിവർപൂൾ ഫാൻസിനാണെന്നുള്ളൂ. ശരിക്ക് നെതർലൻഡ് സ്ക്വാഡില് മെയിൻ ആയിട്ട് ഈ വേൾഡ് കപ്പിൽ ശരിക്കും വരേണ്ടതായിട്ടുണ്ടായിരുന്ന സ്റ്റാർ അറ്റാക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമൺസ് തന്നെയാണ്. ആള് ഇഞ്ചേർഡ് ആയിട്ടിരിക്കുക. അത് ഇവർക്ക് നല്ലോണം ബാധിക്കും. അല്ല, എനിക്ക് തോന്നുന്നു ഇപ്പം വോട്ട് വാൻഗ്രോസ്റ്റ് ഉണ്ട്, ഡിപ്പായ് ഉണ്ട്. എനിക്ക് തോന്നുന്നു മാലിൻ കൻ ഓൾസോ പ്ലേ ഇൻ ദ മിഡ്ഫീൽഡ്. 10 ആയിട്ടും കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ്. നമ്മൾ ഇന്നലെയും മിഞ്ഞാന്നും ഡിസ്കസ് ഒരുപാട് പറഞ്ഞു. ഈ കോച്ചസിനെ കുറിച്ച് പറഞ്ഞു, ടാക്ടിക്സിനെ കുറിച്ച് പറഞ്ഞു, ആൻഡ് ഹൗ വി വോണ്ട് ടു സീ എക്സൈറ്റിംഗ് ഫുട്ബോൾ എന്ന്. പക്ഷെ ഇപ്പം ഈ സ്ക്വാഡ് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ തോന്നുന്നത് ഒരു പക്ക നെഗറ്റീവ് അല്ല. ഡിഫെൻസീവ് ലൈനും ഈ സെറ്റ് പീസും ത്രോവും ആയിട്ട് കളിക്കുന്നതായിരിക്കും കൂമന് നല്ലതെന്ന് തോന്നുന്നു കണ്ടിട്ട്. കാരണം ഈ ക്രിയേറ്റീവ് ആയിട്ട് ഉള്ള പ്ലേയേഴ്സ് ഒന്നാമത് ഇല്ല. ഈ റൈൻഡേഴ്സും ഗ്രാവൻബർച്ചും ആണ് എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം നമുക്ക് കിട്ടി. ഫോർവേഡില് ഇപ്പൊ ഗാക്പോ ബിക്കോസ് ഓഫ് ഹിസ് ക്വാളിറ്റി, എനിക്ക് തോന്നുന്നു ആ ഫോർവേഡ് ലൈനിൽ ഏറ്റവും കൂടുതൽ ക്വാളിറ്റി ഉള്ള പ്ലെയർ ഗാക്പോ ആണ്. സോ ഹി വിൽ സ്റ്റാർട്ട്.
പിന്നെ പേസ് ഉള്ളത് സമ്മർവില്ലാണ്. നോവാലാങ്ങിന്റെ കളി ഓബിൻ വാസ് ടെലിംഗ്, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. മാലൻ നമുക്കറിയാം ടെക്നിക്കൽ പ്ലെയർ ആണ്, നല്ല നോട്ട് ബാഡ്, ഈസ് നോട്ട് എ ബാഡ് പ്ലെയർ. സോ ബ്രോബി ഈസ് എ ഗുഡ് സെന്റർ ഫോർവേഡ്, ബട്ട് നോട്ട് അറ്റ് യുവർ ഹോൾഡ് അപ്പ് പ്ലേയും പുള്ളിക്ക് നല്ലൊരു ഫിനിഷും ഉണ്ട്. ആൻഡ് പ്രോബബ്ലി വിഗോർസ്റ്റും ബ്രോബിയും കൂടി ആയിരിക്കും നമ്പർ 9 ഓപ്ഷൻസ്. പ്രോബബ്ലി ഡിപ്പായ് വിൽ സ്റ്റാർട്ട് ബിക്കോസ് വേറെ ആരുമില്ല. സോ ബേസിക്കലി എനിക്ക് തോന്നുന്നത് കളിച്ച് ചാൻസസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടീം അല്ല ഡിഫെൻസീവ്. ഇത് നിക്ക് എ ഗോൾ ഓർ 2 അവരെ എന്താ പറയാ ഓൾ ടൈം ഹൈസ്റ്റ് ഗോൾ സ്കോർ എങ്ങാനും ഡിപ്പേ സോ കളിക്കുമായിരിക്കും. പക്ഷെ കളിയുള്ളത് ഏജ് ഓഫ് 32 അവര് അതാണ് നമ്മളെ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടാണ് അവർ ഇറക്കുന്നത് തന്നെ. പക്ഷെ ഇതിൽ ഒരു കാര്യം വെച്ചാൽ ഗാക്പോ, നമ്മളിപ്പോ ലിവർപൂൾ ഫാൻസിനെ സംബന്ധിച്ചോളം ബാക്കിയുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ ലിവർപൂൾ ഫാൻസിന് വൈ ഹീ സ്റ്റാർട്ടിങ് എവറി ഗെയിം റൈറ്റ് നമ്മളിപ്പോ എപ്പോഴും പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. ബട്ട് ഗാക്പോ ഇൻ ഇസ് നാഷണൽ ടീംസ് ഡിഫറെന്റ് തിങ്. ഗോൾ അടിക്കും, കാരണം അവിടെ അവൻ ലെഫ്റ്റ് വിങ്ങർ അല്ല, സംവെയർ എന്തായിട്ട് എന്താ പറയാ ഈ സെക്കൻഡ് സ്ട്രൈക്കർ മോൾഡിലാണ്. അപ്പം അത് ഡീപ്പായി വേണമെങ്കിൽ കുറച്ച് സ്പേസ് ഉണ്ടാക്കുന്നു. കാരണം ഗാക്പോന്റെ ബെസ്റ്റ് വേർഷൻ ഓഫ് ഹിം എന്ന് പറയുന്നത് കട്ടിൻ ചെയ്യുന്നു, കട്ടിൻ ഫ്രം ലൈൻ എന്താ സെന്ററിൽ നിന്ന് എഡ്ജ് എന്നല്ല, ഹിസ് മോർ ഓഫ് ഇൻസൈഡ് സ്ട്രൈക്കർ. അവിടെ നിന്ന് കട്ടിൻ ചെയ്ത് ഗോൾ അടിക്കുന്നു. അപ്പം അതിന് വേണമെങ്കിൽ എന്താ മെംഫിസ് ഡിപ്പായ് കുറച്ച് സ്പേസ് ഉണ്ടാക്കി കൊടുക്കും, ഗാക്പോ ക്യാൻ ഷൂട്ട്. അങ്ങനെയാണ് ഗാക്പോന്റെ മോർ ഓർ ലെസ് എവരി ഗോൾ. അപ്പം ആ ഒരു കോംബോ അവിടെ വർക്ക് ആവും. പക്ഷെ ബാക്കിയുള്ള എല്ലാ ഓപ്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും സമവലായാലും നോവാലാങ് ആയാലും എല്ലാവരും പ്രോപ്പർ ലെഫ്റ്റ് വിങ്ങേഴ്സ് ആണ്. ഇവർ ഈ 4 പ്ലേയേഴ്സ്, ഇപ്പൊ സമവെല്ല ഉണ്ട്, നോവാലാങ് ഉണ്ട്, ഡീപ്പായ് ഉണ്ട്, ഗാക്പോ ഉണ്ട്. 4 പേര് ഒരു ടീമിൽ കളിപ്പിച്ചാൽ 4 പോയി കളിക്കാൻ പോകുന്ന ഒരു സൈഡിലാണ്. അവരെ നാച്ചുറൽ സൈഡ് എന്ന് പറയുന്നത് എല്ലാ ഭാഗത്തേക്ക് തന്നെയാണ്. അപ്പൊ എല്ലാവരും ആ ടച്ച് ലൈനിൽ ഉണ്ടാവും, ടച്ച് ലൈനിനകത്തേക്ക് വരും. സെന്റർ ടു റൈറ്റ് കംപ്ലീറ്റ്ലി കാലിയാവും. അവിടെയാണ് ഫ്രിംപോങ് എന്തുകൊണ്ട് ഇല്ല എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാകുന്നത്. ഫ്രിംപോങ് റൈറ്റ് വിങ്ങർ ആയതുകൊണ്ടല്ല, നല്ല വിങ്ങർ എന്നുള്ളതല്ല, പക്ഷെ ആ ഭാഗത്ത് കളിക്കാൻ അല്ലെങ്കിൽ കളിച്ച് ശീലമുള്ള ഒരു പ്ലെയർ അത് മാത്രമേ ഉള്ളൂ. പിന്നെയും ഓപ്ഷൻ എന്ന് വെച്ചാൽ മാലനെ അവിടെ കളിപ്പിക്കണം. ഫ്രിംപോങ്ങിന് എടുക്കാത്തത് തന്നെ എനിക്ക് തോന്നുന്നത് എന്റെ തിയറി വെച്ച് കളിക്കാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് ആ ഒരു റിസ്ക് ടേക്കിംഗ് അറ്റാക്കിംഗ് പ്ലെയർ വേണ്ട. സോളിഡ് നിക്ക് എ ഗോൾ, ഫ്രീ കിക്ക് അടിക്കാൻ ഡിയോങ് ഉണ്ട്, ആരാ നമ്മുടെ കോർണർ അടിക്കാൻ ഡിയോങ് ഉണ്ട്. അപ്പൊ ലുക്കിംഗ് അറ്റ്, കാരണം വേറൊരു പേര് നമുക്ക് പറയേണ്ടി വരുന്നത് സെർക്സിയാണ്. സെർക്സിനെ എടുത്തിട്ടില്ല. സെർക്സി ഈസ് എ പ്ലെയർ കൂടെ പ്ലേഡ് അറ്റ് 9:30, 10 അല്ലെങ്കിൽ 9. എന്നിട്ട് നമ്മുടെ ഗാക്പോനെയും ഡീപ്പായിക്ക് വേണമെങ്കിൽ റൈറ്റ് കളിക്കാം, പക്ഷെ എടുത്തില്ല. യുണൈറ്റഡിലേക്ക് കളിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് കുഴപ്പമില്ല, ഞാൻ അങ്ങനെ ഇപ്പം അതിനകത്ത് കളിച്ച പ്ലേയേഴ്സ് ഞാൻ പറയുന്നത്, ഇഫ് കോമന് ഈ ടാക്ടിക്കൽ ഇത് എന്താ പറയാ ഒരു ഓപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ഹി കുഡ് ഹാവ് ഈസിലി പിക്ഡ് ഫ്രിംപോങ് ആൻഡ് സെർക്സി ഓൾസോ. കാരണം ഇതിലിപ്പോ കാണുന്നത് നമുക്ക് ഈ ആര് കളിക്കുമെന്ന് പറയാൻ പറ്റാത്തത് ഒരുപോലെയുള്ള കുറെ പ്ലേയേഴ്സ് ഉള്ളത്. ഇപ്പൊ ഡിപ്പായും സമ്മർവില്ലും ഒരുപോലെയാണ്, വൗട്ട് വിഗോസ്റ്റും ബ്രോബിയും ഓൾമോസ്റ്റ് ഒരുപോലെയാണ്, ഗാക്പോ മാലൻ ഒരുപോലെയാണ്. സ്വരൂപ് പറ. അത് ഞാൻ ഇനീഷ്യലി പറഞ്ഞൊരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ സ്ക്വാഡില് റൈറ്റ് വിങ്ങേഴ്സിനെ കാണുന്നില്ല. അതാണ് നമുക്കൊരു ഉറപ്പ് തോന്നാത്തൊരു സംഭവം. എനിക്ക് അതുകൊണ്ടാണ് ഡിംഫ്രൈസ് വിഡ്ത്ത് കീപ്പ് ചെയ്ത് വിങ് ബാക്ക് ആയി കയറി പോയിട്ട് അറ്റാക്ക് ചെയ്യുക, വിങ്ങിൽ നിന്ന് ക്രോസ് ആ രീതിയിൽ അറ്റാക്ക് ചെയ്യുക. ഈ റൈറ്റ് വിങ്ങിൽ കളിക്കാൻ പോണ വല്ല അറ്റാക്കിംഗ് മിഡ്ഫീൽഡേഴ്സ് ആരെങ്കിലും ഡ്രോപ്പ് ചെയ്ത് അറ്റാക്കിംഗ് മിഡ്ഫീൽഡിലേക്ക് ഇങ്ങോട്ട് നീങ്ങണ ഒരു സ്റ്റൈലിലാണെങ്കിൽ അയാൾക്ക് ക്രിയേറ്റിവിറ്റി കൊടുക്കാൻ പറ്റും. ഇത്തിരി സ്പേസ് പ്ലേയേഴ്സിന്, ബാക്കിയുള്ള പ്ലേയേഴ്സിന് ഇത്തിരി സ്പേസ് കൊടുക്കാനുള്ള ഒരു ഇതായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ബട്ട് കോമൻ എങ്ങനെ ചെയ്യുമെന്നുള്ളത് നമുക്കറിയില്ല. എങ്ങനെയാ എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല. സുദീപിലേക്ക് വരാം. ആർട്ടറ്റ സ്റ്റൈൽ ഫുട്ബോൾ സുദീപിനോട് തന്നെ ചോദ്യം. അതായത് ഇതിലിപ്പോ സംഭവിക്കാൻ പോകുന്നത് സുദീപ്, അതായത്
ഡംഫ്രീസ് കേറി വരും, ക്രോസ് ഇടും, സെക്കൻഡ് പോസ്റ്റിൽ ഗാക്പോ ഉണ്ടാവും, ഗാക്പോ ഒരു ഹെഡ് ഇടും, ഡിപ്പായ് ഗോൾ അടിക്കും. അല്ലെങ്കിൽ ആ ഒരു സ്റ്റൈൽ യു പുട്ട് ഇൻ ക്രോസസ് അല്ലാണ്ട് ആ ഒരു തരത്തിലും എനിക്ക് ഇതിലൊരു എന്താ പറയാ ഒരു സ്ലീക്ക് പാസിങ്ങോ അല്ലെങ്കിൽ പാസ് ആൻഡ് മൂവ് ഒന്നും കാണുന്നില്ല. എന്താണ് സുദീപിന് പറയാനുള്ളത്? ഇത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, സ്കോഡ് എടുത്തപ്പോ 3 at the back കളിക്കാൻ വേണ്ടിയിട്ടുള്ള സ്കോഡ് അല്ല എന്ന് പറഞ്ഞു. അപ്പൊ അതില് പിന്നെ നമ്മള് ഒരു കീ പ്ലെയർ ഇതിലുള്ളത് ക്ലൈവേർട്ട് ആണ്. എനിക്ക് തോന്നുന്നത് ക്ലൈവേർട്ട് ചിലപ്പോ സ്റ്റാർട്ട് ചെയ്യും. ക്ലൈവേർട്ട്, ഗാക്പോ, അപ്പുറത്ത് മാലൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാന്ന് വെക്കുക. ഞാനൊരു തിയറി അല്ലെങ്കിൽ ആ പ്രൊഫൈലില്. അപ്പൊ അവര് 3 പേരായിട്ട് കളിക്കുമ്പോ ഈ പറഞ്ഞ പോലെ വിട്ട് കീപ്പ് ചെയ്യുന്ന, വിട്ട് ആകെ കൊടുക്കുന്ന ഡംഫ്രീസ് ആണ്. ബാക്കി എല്ലാവരും സെൻട്രൽ പ്ലേയേഴ്സ് ആണ്. ഈ ക്ലൈവേർട്ട് ലെഫ്റ്റ് സൈഡിൽ ഫോർവേഡ് ആയിട്ട് വരികയാണെങ്കിൽ ക്ലൈവേർട്ടിനൊന്നും ബാക്കിലേക്ക് പറയാം. ഓൺ പൊസിഷൻ അവര് 3 at the back പോലെ വരും. വാൻഡവൻ ഉള്ളിലേക്ക് കയറി ലെഫ്റ്റ് ബാക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ വന്നിട്ട് ഡംഫ്രീസ് വിട്ട് അവിടെ, ഇവിടെ ക്ലൈവേർട്ട് ഒരു ലെഫ്റ്റ് മിഡ്ഫീൽഡ് ഒരു രീതിയിലേക്ക് അവര് ഗാക്പോ, ഈ പറഞ്ഞ നമ്മൾ പറഞ്ഞു ഗാക്പോ കുറച്ചും കൂടി എഫക്റ്റീവ് സെൻട്രലാണ്. സെൻട്രലിൽ തന്നെ മാലനും സെൻട്രലിലേക്ക് വരുന്ന രീതിയിലേക്ക് വന്ന് അങ്ങനെ ഒരു അറ്റാക്ക് ആ സൈഡിൽ കൂടെ മാത്രം അറ്റാക്ക് ചെയ്ത് പോകുന്ന ഒരു സാധനം തന്നെയായിരിക്കും ക്രിസ് പറഞ്ഞ പോലെ വരാനുള്ള ചാൻസ്. അപ്പോ ഇങ്ങനെ ഒരു സ്റ്റൈലായിരിക്കും. അപ്പൊ ബ്രോബി വളരെ കീ ആണ് ഇതില്. സെക്കൻഡ് ഹാഫിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഒക്കെ ആയിട്ട് വന്നു. നമുക്കറിയാം സണ്ടർലാൻഡിന്റെ കളിയിൽ വളരെ ഫിസിക്കലായിട്ട് അവിടെ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന, പന്ത് പ്രസ് ചെയ്യുന്ന കാര്യത്തിലായാലും എല്ലാത്തിലും ആള് ആ ഫിസിക്ക് നന്നായിട്ട് ഉപയോഗിക്കും. ഡിഫൻഡേഴ്സിന്റെ ഷോൾഡേഴ്സിൽ കൂടെ ഓടുന്നത് കാര്യത്തിലായാലും ഇതൊക്കെ. അപ്പൊ ഈ ഒരു അപ്രോച്ച് ഒക്കെ സെറ്റ് പീസസിനായാലും മറ്റേതിനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. ഇപ്പോ ഈ ഡിഫൻസീവ് സോളിഡിറ്റിയിൽ നല്ല കിടിലൻ സെന്റർ ബാക്സ് ഉള്ള ആൾക്കാർ 3 പേര് താഴെ ഉണ്ടാവും. അതിന്റെ മുകളില് ഗ്രേവി ഉണ്ടാവും, ഡിയോങ് ഉണ്ടാവും. അവർ 5 പേര് അവിടെ ഉണ്ടാവും. ബാക്കിയുള്ളവരെ വെച്ചിട്ട് സെൻട്രലിലേക്ക് ആളെ കൂട്ടി ഡംഫ്രീസിന്റെ വിട്ട് ഉപയോഗിച്ച് കളിക്കാനും ആയിരിക്കും ഇവരുടെ ഉദ്ദേശം. അതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഒരു ആർസണൽ ടച്ച് കണ്ടാൽ സംശയപ്പെടേണ്ട അതിനൊരു സാധ്യതയുണ്ട്. അതായത് ഡിപ്പായ് നല്ല ഫ്രീ കിക്ക് എടുക്കുന്നതാണ്, ഫ്രങ്കി ഡിയോങ് ഫ്രീ കിക്ക് എടുക്കുന്ന ആളാണ്, നല്ല കോർണേഴ്സ് ആണ്, നല്ല സെറ്റ് പീസ് ഡെലിവറി ചെയ്യാൻ പറ്റുന്ന എല്ലാ ടീമിലും ഉണ്ട്. ഡംഫ്രീസ് ഉണ്ട്, എന്താ പറയാ, പിന്നെ ഹൈറ്റ് ഉള്ള. എനിക്ക് കാണുമ്പോൾ അതാ തോന്നുന്നത്. ആൻഡ് അതാ ഞാൻ പറയുന്നത്, നമ്മൾ ഇത്രത്തോളം അവരുടെ സ്ക്വാഡിനെ ജഡ്ജ് ചെയ്യുമ്പോൾ ഞാനിപ്പോ തിരിച്ചു പറയാണ്, ആ ഒരു ടാക്ടിക് വെച്ചിട്ട് അവർ വേൾഡ് കപ്പിൽ നന്നായി പെർഫോം ചെയ്താൽ വി കാൺ ബി എന്താ പറയാ സർപ്രൈസ്ഡ്. അതാണ് കളിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ. കാരണം ഇത് വെച്ചിട്ട് കളിച്ച് ജയിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. ദേ ഹാവ് ടു യൂസ് ഡാർക്ക് ആർട്സ്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റൈല് ജയിക്കുന്നതാണ്. നമ്മളെ സ്വരൂപ് കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ സ്പെയിനെ കുറിച്ച് പറഞ്ഞ പോലെ ഇതുവരെ ട്രോഫി ഒന്നും ജയിച്ചിട്ടില്ല. അർട്ടറ്റ അത് ചെയ്യാനുള്ള കാരണം എന്താണ്? ഒരുപാട് നാളെ ഒന്നും ജയിച്ചിട്ടില്ല. ജയിച്ചേ പറ്റൂ, ആരെന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, ഞങ്ങളുടെ സ്റ്റൈൽ ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ തിങ്ക് ദിസ് ടീം ക്യാൻ ഡു വണ്ടേഴ്സ്. ഒരു സ്പെയിനിന്റെ കേസ് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു കൾച്ചർ അവര് കൊണ്ട് നടന്നിരുന്നു, ഈ പൊസഷൻ കൺട്രോൾ. ബട്ട് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്ലേയേഴ്സും പല പല ലീഗുകളിൽ കളിക്കുന്ന എല്ലാരും കൂടി ഈ വേൾഡ് കപ്പിന്റെ സമയത്ത് അവർക്ക് അത്ര സെഷൻസ് മീൻസ് ഈ ഇങ്ങനത്തെ ഒരു കളി ടാക്ടിക്കലി അത്ര കൺസേർവ്ഡ് ആയിട്ടുള്ള ഒരു കളി കളിക്കണമെങ്കിൽ അതിന് അത്ര സെഷൻസ് വേണ്ടി വരും, അത്ര പ്രാക്ടീസ്, ഒരുമിച്ച് ബോണ്ടിങ് എല്ലാം വേണ്ടി വരും. ബട്ട് അത് പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ടുവരാൻ പറ്റില്ല. മീൻസ് ആഴ്സണലിനെ കമ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ അവർക്ക് ലീഗ് മൊത്തം അവർ ഈ സെഷൻസ് തന്നെയാണ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബട്ട് നെതർലൻഡിന് പെട്ടെന്ന് ഒരു 2 ആഴ്ച കൊണ്ട് ഇത് സെറ്റ് ചെയ്തെടുക്കുന്ന ഇത്തിരി ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. പിന്നെ മാത്രമല്ല, എളുപ്പം പഠിപ്പിക്കാൻ പറ്റുന്ന ഡിഫൻസീവ് പ്ലേ അല്ലേ, ഡിഫൻസീവ് സ്ട്രക്ചർ അല്ലേ ഏറ്റവും എളുപ്പം പഠിപ്പിക്കാൻ പറ്റുന്ന, ട്രെയിൻ ചെയ്യിക്കാൻ പറ്റുന്ന ഒരു കാര്യം. അറ്റാക്കിംഗ് മൂവ്മെന്റ്സിനാണല്ലോ കൂടുതൽ ഇതൊക്കെ എടുക്കുക. അപ്പോ ഇത് ആ തിയറിയുടെ കുറച്ചും കൂടി അടുത്ത് നിൽക്കുക ചെയ്യണേ. ആക്ച്വലി ഇവരൊക്കെ പെട്ടെന്ന് ഡിഫൻസീവ് സോളിഡിറ്റി പഠിപ്പിച്ച് അത് വെച്ച് മുന്നോട്ട് പോവുക. ആദ്യത്തെ 3-4 മാച്ച് കഴിയുമ്പോൾ ആ ട്രാക്കിലേക്ക് വരും. അങ്ങനെ കളിച്ചു പോകാനുള്ളൊരു ചാൻസ് അതില് കാണുന്നു. അതെ, നമ്മളിപ്പം പ്യുവർലി ഫുട്ബോളിംഗ് പോയിന്റ് ഓഫ് വ്യൂവിൽ ആലോചിച്ചു കഴിഞ്ഞാൽ ഈ സ്ക്വാഡിൽ വെച്ചിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനത്തെ കുറെ എലിമെന്റ്സ് യൂസ് ചെയ്ത് ജയിക്കുക എന്നുള്ള ഒരു ഇത് വെച്ച് കഴിഞ്ഞാൽ ഐ തിങ്ക് ദർ ആർ ചാൻസസ്. കാരണം ഡിഫൻസ് ഉണ്ട്, എന്തൊക്കെ പറഞ്ഞാലും 4 സെന്റർ ബാക്കിനെ വെച്ചിട്ട് കളിച്ചു കഴിഞ്ഞാൽ ഡിഫൻസ് ഉണ്ട്. ഡംഫ്രീസ് എന്തായാലും അറ്റാക്ക് ചെയ്യും,
അതാണ് എനിക്ക് തോന്നുന്ന ഒരു വഴി. പിന്നെ ഗെയിം ചേസ് ചെയ്യുമ്പോൾ സമർവില്ലും മാലനും ഒക്കെ വന്ന് വേണമെങ്കിൽ ഗോസ്റ്റും എല്ലാവരും ഇട്ടിട്ട് കളിക്കുക നടക്കും. അതാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഒരുപാട് നെഗറ്റീവായിട്ട് കാണുന്ന സ്ക്വാഡ്. എനിക്ക് ഇപ്പോഴാ തോന്നുന്നു നമ്മൾ ഈ സ്ക്വാഡിനെ തീർത്തും. കാരണം സുദീപ് ഫസ്റ്റ് ഓപ്പണിംഗ് കമന്റിൽ പറഞ്ഞ പോലെ നെതർലൻഡ്സ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും എല്ലാ വേൾഡ് കപ്പിലും ക്വാളിഫൈ ആവുന്ന വേൾഡ് കപ്പ് അതൊരു ഇത്ര സ്വഭാവമുണ്ട്. ക്വാളിഫൈ ആവില്ല ചിലപ്പോൾ, പക്ഷെ ക്വാളിഫൈ ആവുന്ന വേൾഡ് കപ്പിൽ എപ്പോഴും ദേ ഗോ ഡീപ്പ്. അവര് ഇങ്ങനെ കേറിപ്പോവും, ഇങ്ങനെ കേറിപ്പോവും. കാരണം ഇപ്പം ഇംഗ്ലണ്ടും ഫ്രാൻസും ബൈ ചോയ്സ് അല്ല ആ ഫുട്ബോൾ കളിക്കുന്നത്. ബൈ ചോയ്സ് ആണ് ആ ഫുട്ബോൾ കളിക്കുന്നത്. പക്ഷെ Netherlands has no other choice. That is the way they can play and use their height advantage, use their physical advantage. ഇപ്പൊ ഗാക്പോ ആണെങ്കിലും കോർണേഴ്സും ഫ്രീ കിക്സിലൊക്കെ നല്ലതാണ്. എന്താണ് ഗ്രൂപ്പ് എന്താണ് അങ്ങനെ നോക്കാം. അപ്പൊ കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. അവരെ റൂട്ട് ടു ഫൈനൽ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോ പറയുന്നതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടോ നോക്കാം. അതെ, അവരുടെ ഗ്രൂപ്പ് വരുന്നത് അതില് കുറച്ച് ടഫ് ഗ്രൂപ്പ് ആണെന്ന് തന്നെ പറയും. ഗ്രൂപ്പിൽ അതായത് അതിലുള്ള ടീംസ് ഒന്ന് ജപ്പാൻ, പിന്നെ സ്വീഡൻ, ടുണീഷ്യ. അപ്പൊ ആദ്യത്തെ മാച്ച് തന്നെ ഇവർക്ക് വരുന്നത് 14-ാം തീയതി ജപ്പാനായിട്ടുള്ള മാച്ചാണ്. അത് തന്നെ ടഫ് മാച്ച് ആയിരിക്കും. ജപ്പാൻ എന്ന് പറഞ്ഞാൽ അത്ര ഹാർഡ് വർക്കിംഗ് പ്ലേയേഴ്സ് ഉള്ള ടീമാണ്. ഓടി അവർക്ക് എത്ര വേണമെങ്കിലും ഓടാൻ പറ്റും, അങ്ങനെയുള്ള ടീമാണ്. രണ്ടാമത്തെ പിന്നുള്ളത് സ്വീഡൻ. അടുത്ത മാച്ച് വരുന്നത് സ്വീഡൻ. ഓഫ് കോഴ്സ് ആ വേൾഡ് ക്ലാസ് ഒരു സ്ട്രൈക്കർ ടീമിലുണ്ട്, അത് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പൊ ഈ ഡിഫൻസ് അതിന് സ്യൂട്ടബിൾ ആവാം. അതെ, രണ്ടുപേരുണ്ട്. ഓക്കെ, പിന്നുള്ളത് ടുണീഷ്യ. അതെ, കുറച്ച് ഗ്യോക്രസും ഉണ്ട്, ഇസാക്കും ഉണ്ട്. അങ്ങനെയാണ് അവരുടെ വരുന്നത്. കുറച്ച് 2 ഫോർവേഡ്സ് ഉണ്ട്. പിന്നുള്ളത് ഈ 2 ടീമുകൾ കഴിഞ്ഞ് പിന്നുള്ളത് ടുണീഷ്യ. ടുണീഷ്യ എന്ന് പറഞ്ഞാൽ ആഫ്രിക്കയിലെ ഇറ്റാലിയൻ ടീം എന്നാ പറയുക. അങ്ങനെ ഡിഫൻസീവ് കളിക്കുന്ന ടീമാണ്. അപ്പൊ അങ്ങനെയുള്ള ഡിഫൻസീവായിട്ട് കളിക്കുന്ന വേറെ ടീമും കൂടി വരികയാണ്. ജപ്പാൻ അറ്റാക്ക് ചെയ്യും, സ്വീഡൻ കൗണ്ടർ അറ്റാക്ക് ഒക്കെ ആയിരിക്കും. അവരും കുറച്ച് അറ്റാക്ക് ചെയ്യും, നല്ല സ്ട്രൈക്കേഴ്സ് ഉണ്ടല്ലോ, അങ്ങനെയായിരിക്കും കളിക്കുക. അപ്പൊ ഇതാണ് ഗ്രൂപ്പിലെ അവസ്ഥ. ഇതിന്ന് ക്വാളിഫൈ ചെയ്യാൻ കുറച്ച് ടഫ് ആയിരിക്കുമോ എന്നുള്ളതാണ്. എന്തായാലും 3rd പ്ലേസ് ടീമിന് വരെ അടുത്ത റൗണ്ടിലേക്ക് പോവാമെന്നുള്ളൊരു ബെസ്റ്റ് 3rd പ്ലേസ് ടീം, അങ്ങനെ വരാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് കൂടി ആണോ എന്നുള്ള ഡൗട്ടും കൂടി ഉണ്ട്. എന്താണ് തോന്നുന്നത് ഗ്രൂപ്പ് കണ്ടിട്ട്? ടഫാണ്. അതായത് ഒരു എഴുതി തള്ളാൻ പറ്റും. നമ്മളെല്ലാം പറഞ്ഞില്ലേ, റെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടീംസ് ഒന്നുമില്ല. ടുണീഷ്യ ആണെങ്കിലും ഓൺ ദെയർ ഡേ ആർ വെരി ഗുഡ്, ഡിഫെൻസീവ്ലി വെരി ഗുഡ്, ക്യാൻ നിക്ക് എ ഗോൾ ഹിയർ ആൻഡ് ദേർ. പക്ഷെ ഞാനൊരു നമ്മളിപ്പോഴും നെഗറ്റീവ് പറയുന്നതുകൊണ്ട് ഞാൻ സാധനം കൂടി പറയാം. അതായത് നെതർലൻഡ്സ് എപ്പോഴും നേഷൻസ് ലീഗ് നന്നായി പെർഫോം ചെയ്യും. ദേ ഡു വെൽ ഇൻ കമ്പറ്റീറ്റീവ് ഇന്റർനാഷണൽ ഗെയിംസ്. അപ്പോ ആ സാധനം അവർ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ ഓൺ പേപ്പറിൽ ഡിസ്കസ് ചെയ്യുന്നു. പ്രോബബ്ലി എനിക്ക് തോന്നുന്നത് കോമൻ വിൽ ഹാവ് എ പ്ലാൻ, ഡിഫെൻസീവ് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ. പക്ഷെ വിന്നിങ് മാത്രമാണ് അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ ജപ്പാൻ ദേ ക്യാൻ ബീറ്റ്. കാരണം ഹൈറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു എലിമെന്റ് അവർക്ക് വളരെ അഡ്വാൻറ്റേജസ് ആണ് ജപ്പാനോട് കളിക്കുമ്പോൾ, കോർണേഴ്സും ഫ്രീ കിക്സ് വരുമ്പോൾ. സ്വീഡന്റെ കൂടെ മേ നോട്ട് ബി ദാറ്റ്. ടുണീഷ്യന്റെ കൂടെ ഒരു കളി ജയിച്ചാൽ മതി. സോ പ്രോബബ്ലി ഐ തിങ്ക് ഗ്രൂപ്പ് സ്റ്റേജ് കടക്കും, അതിൽ സംശയമൊന്നുമില്ല. ഗ്രൂപ്പ് സ്റ്റേജിൽ ഗ്രൂപ്പ് സ്റ്റേജിൽ ഇവരെ കളി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവരെന്താണ് ഈ വേൾഡ് കപ്പിൽ ഈ സ്ക്വാഡ് വെച്ചിട്ട് കൂമൻ ഉദ്ദേശിക്കുന്നതെന്നും മനസ്സിലാവും. ഇഫ് ഹീസ് പ്ലേയിങ് പ്രോപ്പർ നെഗറ്റീവ് ഫുട്ബോൾ അല്ലെങ്കിൽ ഡിഫെൻസീവ് ഫുട്ബോൾ, നിക്കിങ് എ ഗോൾ ഹിയർ ആൻഡ് ദേർ, ഐ തിങ്ക് ദേ വിൽ ഗോ ത്രൂ. ബട്ട് ഇറ്റ് വോണ്ട് ബി ഫൺ ടു വാച്ച്. രാവിലെ എണീറ്റ് കാണാൻ രസം ഉണ്ടാവില്ല, അത്രേ ഉള്ളൂ. നെതർലൻഡ്സ് ഫാൻസ് കൈൻഡ്ലി, കാരണം ഈ ഒരു ടോപ്പിക് ഈവൻ നെതർലൻഡ്സിലും ഒരുപാട് ചർച്ചയാണ്. കാരണം അവരുടെ ഫുട്ബോളിംഗ് കൾച്ചറിലെ ആ ഒരു അറ്റാക്കിംഗ് ഫുട്ബോൾ കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കൂമന്റെ രീതികളോട് വലിയ യോജിപ്പില്ല. പക്ഷെ അവർക്ക് എനിക്ക് തോന്നുന്നു സ്വരൂപിന്റെ ഇന്നലത്തെ പോയിന്റ് ഒക്കെ വാലിഡ്. അതായത് എങ്ങനെയെങ്കിലും ജയിക്കുക, അതാണ് നെതർലൻഡ്സിന്റെ ഇപ്പോഴത്തെ ആവശ്യം. കാരണം അവര് നല്ല ഫുട്ബോൾ കളിച്ച് കാണിച്ചു, എല്ലാം കാണിച്ചിട്ടുണ്ട്, ലോകത്തെല്ലാം ചെയ്തിട്ടുണ്ട്. ബട്ട് ദേ നീഡ് ടു വിൻ സംതിങ് അറ്റ് സം പോയിന്റ്. അർട്ടറ്റ ചെയ്ത പോലെ ജയിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുക എന്നുള്ളൊരു സാധനം. ഒരു സ്റ്റാറെങ്കിലും വേണ്ടേ കുപ്പായത്തിൽ. ഗ്രൂപ്പ് സ്റ്റേജ് അവരെന്തായാലും ടോപ്പേഴ്സ് ആവും. ജപ്പാൻ ആണ് ആ ഗ്രൂപ്പിൽ ഒരു
മേജർ കോമ്പറ്റീറ്റർ എന്ന് പറയാനുള്ളത്. പക്ഷെ അതിലും അവർക്ക് വേണമെങ്കിൽ ഹൈറ്റ് അഡ്വാൻറ്റേജ് വെച്ചിട്ട് ഗോൾ നിക്കും ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഫിസിക്കാലിറ്റി വെച്ചിട്ട് ചെയ്യാൻ പറ്റും. സ്വീഡൻ ആണെന്നുണ്ടെങ്കിലും നമ്മള് ഫ്രണ്ട് ത്രീ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൺ പേപ്പർ ഇറ്റ്സ് ഗുഡ്. ഇസാക്ക്, എലാങ്ക ആൻഡ് ഗ്യോക്കരസ്. പക്ഷെ അത് കഴിഞ്ഞാൽ ആ ടീമിൽ വേറെ ആരും ഇല്ല കാര്യമായിട്ട്. അവർക്ക് പിന്നെ ഒരു ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയാനുള്ളത് ലൂക്കസ് ബെർഗ്വാൾ ഉണ്ട്, കൂൽ റൺ. കാൾസ്ട്രോം പ്രോബബ്ലി കുറച്ച് കളിക്കുമായിരിക്കും. ഡിഫൻസ് ആയാലും കാര്യമായിട്ട് ആരുമില്ല. ലൈക്ക് എന്താ പറയുക, സോളിഡ് എന്താ ഒരു ടീം 11/11 നിൽക്കാൻ പറ്റിയ ഒരു ടീം സ്വീഡനില്ല. ടുണീഷ്യയുടെ കേസിലായാലും മിക്കവാറും അവർ കംപ്ലീറ്റ്ലി എന്താ പറയാ, സുദീപ് പോലെ തന്നെ ഒരു ഇറ്റാലിയൻ മോൾഡിലേക്ക് അവർ പോകും. ഇറ്റാലിയൻ ഒന്നല്ല, അത് അൾട്രാ ഇറ്റാലിയൻ മോഡിലേക്ക് ടുണീഷ്യ പോകും. അതിലും നെതർലാൻഡ്സിനെ പേടിക്കാൻ മാത്രമൊന്നുമില്ല. അവർക്കും കുറച്ചുകൂടെ ടുണീഷ്യ ഡിഫെൻഡ് ചെയ്തോട്ടെ, നമുക്ക് കുറച്ചുകൂടി ഫ്രീഡം കിട്ടും എന്നുള്ള മോഡിലേക്ക് അവർ പോയിക്കോളും. സോ ഷുഡ് ബി ഈസി വിൻ. അത് കഴിഞ്ഞിട്ട് എന്താവും എന്നുള്ളതാണ്. അത് റൗണ്ട് ഓഫ് 16 എത്തി ഇല്ല, അവിടെ നിന്ന് അങ്ങോട്ട് നെതർലാൻഡിന് എത്രത്തോളം പോകാൻ പറ്റുന്നത് ഡൗട്ടാണ്. ഓബി പറഞ്ഞിട്ട് ഒന്നുകൂടി ആഡ് ചെയ്യാം. സ്വീഡന്റെ പറഞ്ഞ കേസ് ശരിയാണ്. ഈവൻ അവരുടെ ക്വാളിഫയേഴ്സ് വരെ അങ്ങനെയായിരുന്നു. എന്ന് പറഞ്ഞാൽ അവർക്ക് പറയുമ്പോ ബിഗ് നെയിംസ് ഇൻ അറ്റാക്കിംഗ് ഉണ്ട്, ബട്ട് ഓവറോൾ പെർഫോമൻസിലേക്ക് വരുമ്പോ അവര് ക്വാളിഫൈ ആയത് തന്നെ ജസ്റ്റ് ബൈ അവസാന സ്റ്റേജിലെത്തിയാണ് അവര് കയറിയത്. അപ്പൊ അവര് പഴയ സ്വീഡൻ അല്ല, ഒരുപാട് മാറിയിട്ടുണ്ട്. ടഫ് ആവില്ല. ബട്ട് ജപ്പാൻ മീൻസ് ഭയങ്കര കോമ്പറ്റേറ്റീവ് ആവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തോപ്പിക്കാൻ പറ്റുന്ന ഒരു ടീമാണ്. മീൻസ് നെതർലൻഡിനെ അവർക്ക് തോപ്പിക്കാൻ പറ്റും. മീൻസ് അതാണ് ഒരു ടൈറ്റ് മാച്ച്. ബാക്കി എങ്ങനെ പോയി കഴിഞ്ഞാലും ഫസ്റ്റ് ഓർ സെക്കൻഡ് അവർക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും ഗ്രൂപ്പ് സ്റ്റേജിൽ. ഗ്രൂപ്പിലെ പെർഫോമൻസ് വെച്ചിട്ട് നമുക്ക് വിലയിരുത്താം അവര് എത്ര മുമ്പിലേക്ക് പോകുന്നുള്ളത്. നമുക്ക് ഇപ്പോഴും ഒരു ഷ്യൂരിറ്റി ഇല്ല അവരുടെ എന്താണ് സ്റ്റൈല്. അതായത് സുദീപ് ഈ ഇറ്റാലിയൻ ഫുട്ബോളിന്റെയും ടുണീഷ്യൻ ഫുട്ബോളിന്റെയും ഈ ആർട്ടറ്റ ഫുട്ബോളിന്റെ ഒക്കെ ഫാനാണ്. അപ്പൊ എനിക്ക് സുദീപിനോട് ചാലഞ്ച് ഉള്ളത്, ഒരു ഈ പോഡ്കാസ്റ്റിന്റെ പേജില് ലൈവ് എന്താ വാച്ച് അലോങ് ചെയ്യാൻ പറ്റുമോ? 26 ജൂൺ രാവിലെ 4:30 ടുണീഷ്യ വേഴ്സസ് നെതർലൻഡ്. ചാലഞ്ച് അക്സെപ്റ്റഡ്. നല്ല എക്സൈറ്റിംഗ് മാച്ച് ആയിരിക്കും. ഉറങ്ങാതിരുന്നാ മതിയല്ലോ, അപ്പൊ എഴുന്നേക്കേണ്ട പ്രശ്നമില്ലേ. അവരവരെ മാച്ചൊക്കെ കണ്ടു. അല്ല, എനിക്ക് വാച്ച് അലോങ് ചെയ്തിട്ട് കൂടെ കാണുന്നവർ എത്ര പേരുണ്ടെന്ന് കാണണം. ബോട്ട്സിനെ യൂസ് ചെയ്യേണ്ടി വരില്ല. ഓക്കെ, പിന്നെ ഗ്രൂപ്പ് സ്റ്റേജ് ജയിച്ചു എന്നിരിക്കട്ടെ. എവിടെയാണ് സുദീപ് അവരുടെ പോക്ക്? ആരുടെ കൂടെയാണ്? യെസ്, ഇപ്പൊ ഈ പറഞ്ഞ പോലെ ജപ്പാൻ ആയിരിക്കും ഇവരുടെ ഈ ഗ്രൂപ്പിലെ മെയിൻ ചലഞ്ചർ. അപ്പൊ നമുക്ക് പ്രതീക്ഷിക്കാം ഒന്നെങ്കിൽ ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ആവും എന്നുള്ളത്. ഗ്രൂപ്പിൽ എന്തായാലും തേർഡിലേക്ക് പോകുന്നുണ്ടാവില്ല. ടുണീഷ്യ ആയാലും സ്വീഡൻ ആയാലും അവർക്ക് തോൽപ്പിക്കാൻ പറ്റുന്ന ടീമുകളാണ് ഡെഫിനറ്റ്ലി. അപ്പൊ ഫസ്റ്റ് ആവുകയാണ് ഗ്രൂപ്പില്, ഫസ്റ്റ് നെതർലൻഡ്സ് ഫസ്റ്റ് ആവുകയാണെങ്കിൽ ബ്രസീലിന്റെ ഗ്രൂപ്പിലെ റണ്ണറപ്പാണ് അവരുടെ മാച്ച് വരിക. ബ്രസീലിന്റെ ടീമിലുള്ളത്, ഗ്രൂപ്പിലുള്ളത് പിന്നുള്ളത് മൊറോക്കോ ആണ്. അതിന് പറ്റിയ ഒരു ടീം സെക്കൻഡ് ആവാൻ, റണ്ണറപ്പ് ആവാൻ ചാൻസ് ആ ഗ്രൂപ്പില്. അപ്പൊ ഒന്നുകിൽ ബ്രസീൽ അല്ലെങ്കിൽ മൊറോക്കോ, ഇവരായിട്ടായിരിക്കും ഫസ്റ്റ് ആയാലും സെക്കൻഡ് ആയാലും നെതർലൻഡ്സിന്റെ മാച്ച് വരിക. ഒന്നുകിൽ ബ്രസീൽ അല്ലെങ്കിൽ മറ്റേ ആഫ്രിക്കൻ നാഷണൽ ചാമ്പ്യൻസ് മൊറോക്കോ, അവരായിട്ടായിരിക്കും മാച്ച്. നേഷൻ ചാമ്പ്യൻസ് ആയിട്ട് നമ്മൾ ഈ പോഡ്കാസ്റ്റിൽ മൊറോക്കോനെയും സെനഗലെയും കണക്കാക്കുന്നതാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും പറയാവുന്നതാണ്. മറ്റേ ഗ്രേറ്റ് സ്പോർട്ടിംഗ് മൂവ്മെന്റ് ഇല്ലേ നമ്മുടെ ഹൈ ജമ്പില്, നമ്മുടെ ബഹ്റൈൻ ഗായും ഇറ്റാലിയൻ ഗായ് അതുപോലെയാണ് രണ്ടുപേരും ചാമ്പ്യൻസ് വർഷങ്ങൾ. അതെ, അപ്പോ ഈ രണ്ട് ടീമിനെ കിട്ടിയാലും ബ്രസീലായിട്ട്
ഏർലി ഒരു മാച്ച് വരുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാ ബ്രസീൽ രണ്ട് ടീമിനും നെതർലൻഡ്സ് ഫസ്റ്റ് നോക്കൌട്ട് രണ്ട് ടീമിനും ടെൻഷനാ സത്യം പറഞ്ഞിട്ട്. അത്രയും വലിയ രണ്ട് ഗെയിം. ടീമിനും രണ്ട് ടീംസിന്റെ ഫാൻസും ഭയങ്കര ടെൻഷനിലായിരിക്കും ആ മാച്ച്. അത് ഇത്ര ഏർലി അങ്ങനെ ഒരു ഫിക്സ്ചർ വന്നാലുള്ള അവസ്ഥയും ടൂർണമെന്റിനെ സംബന്ധിച്ചിടത്തോടെ. അതെ അതെ. റൗണ്ട് ഓഫ് 16 എക്സിറ്റ് അത് അതിന്റെ അപ്പുറം പോകാൻ ചാൻസ് ഇല്ലല്ലോ. അല്ല, ഞാൻ അവരെ ഡിസ്കൗണ്ട് ചെയ്യുന്നില്ല. ഞാൻ അതാ പറയുന്നത്. നമ്മള് അതായത് ഒരു ക്ലബ് ടീമിനെക്കാട്ടും ക്വാളിറ്റി ഉണ്ട് ഈ സ്ക്വാഡിന്, ഒരു ക്ലബ് സ്ക്വാഡിനെക്കാട്ടും. ഒബ്വിയസ്ലി ഇന്റർനാഷണൽ ഇതായതുകൊണ്ട് മോസ്റ്റ് ഓഫ് ദ ടീംസ് ആർ ഫ്രം പ്രീമിയർ ലീഗ് ആൻഡ് ലാ ലീഗ. സോ ക്വാളിറ്റി ഈസ് ദർ, നോട്ട് വേൾഡ് ക്ലാസ് ഒന്നുമില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ജപ്പാന്റെ കൂടിയും നമുക്ക് ഒരു ഈ വേൾഡ് കപ്പിൽ നമുക്ക് ജഡ്ജ് ചെയ്യാൻ എപ്പോഴും സർപ്രൈസ് ഉണ്ടാകുന്നത് അങ്ങനെയല്ലേ. ഇവർ കളിച്ചു തുടങ്ങിയാൽ അവർ എന്ത് തരം ഫുട്ബോളാണ് കളിക്കുന്നത് എന്ന് നോക്കിയാൽ ചിലപ്പോൾ നമുക്ക് ഇവർ എത്രത്തോളം പോകുമെന്ന് പറയാൻ പറ്റും. കാരണം ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്, നമ്മൾ ഈ ഡിസ്കഷൻസിൽ ഈ വേൾഡ് കപ്പ് സീരീസ് ത്രൂ ഔട്ട് പറയുന്നുണ്ട്, ഹീറ്റ്, ഫെറ്റീഗ്, ഈ അമേരിക്കൻ കണ്ടീഷൻസ്, ഇതൊക്കെ നമ്മൾ ഫാക്ടർ ചെയ്യണം. കാരണം എസ്പെഷ്യലി ഈ വേൾഡ് കപ്പിന്റെ ടൈമിങ്സ് അവർ ചെയ്തിരിക്കുന്നത്, എല്ലാ വേൾഡ് കപ്പ് ഇങ്ങനെ തന്നെയാണ്, ആ ഹോം നേഷന്റെ ആൾക്കാർക്ക് പ്രൈം ടൈമിൽ കിട്ടുന്ന രീതിയിലൊക്കെയാണ്. സോ പ്രോബബ്ലി ഈ മാച്ചൊക്കെ വരുന്നത് നട്ടുച്ചക്കൊക്കെ ആയിരിക്കും, 11 മണി 12 മണി അവിടുത്തെ ടൈം. സോ ആ ഹീറ്റില് പ്രോബബ്ലി ലെറ്റ്സ് സേ ജപ്പാൻ ഗോ ഫോർ ഇറ്റ് ഇൻ ദ ഫസ്റ്റ് 20 minutes. ചിലപ്പോൾ കത്തിത്തീരും. അതായത് ഗോ അറ്റാക്കിംഗ് മറ്റേ ഫുൾ ത്രോട്ടലിൽ കളിച്ച് ഗോൾ സ്കോർ ചെയ്തില്ലെങ്കിൽ എ ടീം, എക്സ്പീരിയൻസ് ടീം ലൈക്ക് നെതർലൻഡ്സ് ആൻഡ് ജർമ്മനീസ്, അവർക്ക് ഗെയിം കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ ഫിറ്റ്നസും ഈ ടെമ്പറേച്ചറും, കാരണം 2 വാട്ടർ ബ്രേക്ക് ഒക്കെ ഉണ്ട്. അതായത് 25-ാം മിനിറ്റിലും 66-ാം മിനിറ്റിലൊക്കെ വാട്ടർ ബ്രേക്സ് ഒക്കെ ഉണ്ട്. ദ ഗെയിം വിൽ ബി വെരി സ്ലോ. ആ സ്ലോ ആവുന്തോറും നമ്മൾ ഒരുപാട് ഗ്രൂപ്പ് പോഡ്കാസ്റ്റുകൾ ചർച്ച ചെയ്ത ഒരുപാട് സീനിയർ പ്ലേയേഴ്സ് 35-34 വയസ്സുള്ളെന്ന് പറയുന്നതൊക്കെ നെഗറ്റീവ് ആയി പോകും. കാരണം ഗെയിം വിൽ ബി എറ്റ് വാക്കിംഗ് പേസ്. അപ്പോ വാൻഡൈക്കില് പ്രീമിയർ ലീഗിൽ കളിക്കുന്ന പോലെ ഇൻ ബിഹൈൻഡ് ഓടാനുള്ള ആവശ്യം വരില്ല. കാരണം ദേ വിൽ ബി വെരി ഡീപ്, ദേ വോണ്ട് പ്രസ് അപ്പ്. സോ അത് വെച്ച് നോക്കുമ്പോ നമുക്കിപ്പോ പറയാം, എനിക്ക് എന്റെ ഒപ്പീനിയൻ ആണ് ഇപ്പൊ പറയുന്നത്, ഓൺ പേപ്പർ ഈ ടീം പോരാ. ഈ ടീമിന് ഫ്രാൻസിന്റെയോ അർജന്റീനയുടെയോ ബ്രസീലിന്റെയോ അല്ലെങ്കിൽ ഈവൻ ഇംഗ്ലണ്ടിന്റെ ക്വാളിറ്റി പോലും ഇല്ല ഓൺ പേപ്പർ. ബട്ട് ദേ സേ ഫുട്ബോൾ ഇസ് നോട്ട് പ്ലേഡ് ഓൺ പേപ്പർ, ഇറ്റ്സ് പ്ലേഡ് ഓൺ ഗ്രാസ്. എന്താണ് ഫൈനൽ കമന്റ്സ്? എന്താണ്, വേർ ഡു യു തിങ്ക്? അപ്പം എനിക്ക് ഓബിൻ റൗണ്ട് ഓഫ് 16 പറഞ്ഞു, സുദീപിനും സ്വരൂപിനും എന്താണ് തോന്നുന്നത്? ഞാൻ ആദ്യം പറയാം. ഞാൻ പറയാം. എനിക്ക് ഫീൽ ചെയ്യുന്നത്, ഈ പറഞ്ഞ ബ്രസീലിനെ കിട്ടിയാൽ പോലും അവർക്ക് അത് ജയിക്കാൻ പറ്റുന്നതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നെതർലാൻഡ്സിന് ഇപ്പോഴത്തെ ആ ഒരു അവരുടെ ഒരു മെന്റാലിറ്റി ഇമ്പോർട്ടന്റ് ആണ് ഇതിലുള്ളത്. ഈ പറഞ്ഞ നമ്മള് ഡച്ചിന്റെ കാര്യം പറയുമ്പോൾ വർക്ക് ഹോഴ്സ് ടീമാണ്. അവരുടെ മെന്റാലിറ്റി കൂടി ഇമ്പോർട്ടന്റ് ആണ് ടോട്ടൽ ഫുട്ബോൾ എന്ന് പറയുമ്പോൾ. അപ്പൊ അതാണ് അവർ ഈ ബിഗ് ടൂർണമെന്റ്സിൽ നല്ല ടീമിനെ കിട്ടിയാലും ചിലപ്പോൾ തോൽപ്പിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നത്. അപ്പോ എനിവേ അവർക്ക് ഒരു ക്വാർട്ടർ ഫൈനലിലൊക്കെ എത്താൻ പറ്റുന്നതാണ് എനിക്ക് ഫീൽ ചെയ്യണത്. അതിന്റെ അപ്പുറത്തേക്ക് പോകുന്നുള്ളത് ഈ സ്കോഡ് വെച്ച് പറ്റില്ല. അത് മെന്റാലിറ്റി ആയാലും ഇതൊക്കെ വേണമല്ലോ, അതിന്റെ കൂടെ സ്കോഡും കൂടി വേണം. പക്ഷെ അത് വെച്ചിട്ട് അവർക്ക് മാക്സിമം ക്വാർട്ടർ ഫൈനൽ വരെ എത്താൻ പറ്റും. എന്റെ ഇതിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോ നമ്മൾ പറഞ്ഞ സ്ഥിതിക്ക് ഗ്രൂപ്പ് സ്റ്റേജ് കടന്നു കഴിഞ്ഞാൽ തന്നെ ഫസ്റ്റ് കിട്ടാൻ പോകുന്ന ടൈറ്റ് മാച്ച് ആണ്. അപ്പൊ ആ ടൈറ്റ് മാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു മാച്ച്. അത് ജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കയറി പോവാൻ പറ്റും, നല്ലോണം കയറി പോവാൻ പറ്റും. മീൻസ് ആ കോൺഫിഡൻസ് നല്ലോണം ബിൽഡ് ആവും. വലിയൊരു കോമ്പറ്റീറ്റീവ് മാച്ച് ആവും അവരുടെ ഫസ്റ്റ് നോക്കൗട്ട് റൗണ്ട് തന്നെ. സോ ഇറ്റ്സ് എക്സൈറ്റിംഗ്. അതായത് എനിക്ക് തോന്നുന്നത് ഫ്രങ്കി ഡിയോങ്ങിന്റെ ഫിറ്റ്നസും വെരി ഇമ്പോർട്ടന്റ് ആണ്. കാരണം അവർക്ക് ആ ഒരു ക്വാളിറ്റി പ്ലെയർ, ഏറ്റവും നല്ല പ്ലെയർ സ്ക്വാഡിലെ ഫ്രങ്കി ഡിയോങ് ആണ്. പുള്ളിനെ റിപ്ലേസ് ചെയ്യാൻ അവർക്ക് കുക്ക് മൈനസ് ഉണ്ടെങ്കിലും ആ ഒരു ഡെലിവറി, അതായത് ക്രിയേറ്റീവ് സ്പാർക്ക് അല്ലെങ്കിൽ പോലും ബോൾ സ്പ്രേ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ ഫ്രങ്കി ഡിയോങ്. പുള്ളിയുടെ ഫിറ്റ്നസ് ഇമ്പോർട്ടന്റ് ആയിരിക്കും. പിന്നെ എനിക്ക് തോന്നുന്നത് വി ആർ ലിവിങ് ഇൻ എന്താ പറയാ, ഈ ഒരു സ്റ്റൈൽ ഓഫ് ഫുട്ബോൾ ആണ് ഇപ്പം വർക്കൗട്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ആ ഒരു സ്റ്റൈൽ ഓഫ് ഫുട്ബോൾ ആണ് കൂമൻ കളിക്കുന്നത്
എങ്കിൽ they'll have a chance. I think ആ ഒരു ഫുട്ബോൾ കളിച്ചാലേ അവർക്ക് ചാൻസ് ഉള്ളൂ. If they start playing football, other teams will beat them. Even Japan will beat them. അപ്പോ ഈ ഫിസിക്കാലിറ്റിയും സെറ്റ് പീസസും ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് അവര് കളിച്ചു കഴിഞ്ഞാൽ ഐ തിങ്ക് they'll go deep. Yes. ഒരു പോയിന്റ് കൂടിയുണ്ട്. നമ്മളിപ്പം നമ്മൾ മൊറോക്കോ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്, റൈറ്റ്? മൊറോക്കോ ചാമ്പ്യൻസ് ആവുകയാണെന്നുണ്ടെങ്കിൽ മൊറോക്കോ വുഡ് ബി ദ സെക്കൻഡ് റൗണ്ട് ഓഫ് 16. പക്ഷെ റൗണ്ട് ഓഫ് 16 മൊറോക്കോ വേഴ്സസ് നെതർലൻഡ് അവർ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അടുത്ത ക്വാർട്ടർ ഫൈനൽ വുഡ് ബി പ്രോബബ്ലി എ വാക്ക് ഓവർ. കാരണം ഗ്രൂപ്പ് ബി സെക്കൻഡ് വേഴ്സസ് ഗ്രൂപ്പ് എ സെക്കൻഡ് ആണ് അവർക്ക് കിട്ടാൻ പോകുന്നത്. അത് ഇറ്റ്സ് മോർ ഓഫ് ലൈക്ക് സൗത്ത് കൊറിയ വേഴ്സസ് കാനഡ എങ്ങാനായിരിക്കും. അത് അവർക്ക് ആക്ച്വലി കുറച്ചുകൂടെ എളുപ്പത്തിൽ കടന്നു കിട്ടി സെമിയിലേക്ക് എത്താൻ പറ്റും, പ്രൊവൈഡഡ് ദേ വിൻ ഗ്രൂപ്പ് ഫസ്റ്റ് ആവണം. മൊറോക്കോ ആണ് കൂട്ടത്തിൽ റൗണ്ട് 16 ക്വാർട്ടർ ഫൈനൽ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മാത്രമായിരിക്കും ഒരു ടഫർ ഒപ്പോണന്റ്. സോ അങ്ങനെ കഴിഞ്ഞാൽ അവർക്ക് നേരെ സെമി ഫൈനലിലേക്ക് എത്താം. സെമി ഫൈനലിലേക്ക് എത്തിയാൽ പക്ഷെ ഫ്രാൻസ് ആയിരിക്കും. ആക്ച്വലി അത് കൊറിയ ആവാനാ ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ മൊറോക്കോനെ തോപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ കൊറിയ ആവാൻ ചാൻസ്. ഹൈറ്റ് ഫുട്ബോളിനെ അങ്ങനെയും കൂടി കാണേണ്ട അവസ്ഥ എത്തിയിരിക്കുന്നു. കാരണം ഇറ്റ്സ് എ വെരി ബിഗ് ഫാക്ടർ ഉണ്ടാവും. കാരണം എങ്ങനെയെങ്കിലും ജയിക്കുക എന്നുള്ള ഒരു തിയറിയിൽ വിശ്വസിച്ച് കളിച്ചു കഴിഞ്ഞാൽ കൊറിയ ഏഷ്യൻ ടീംസിനൊക്കെ ഇവർക്ക് നന്നായിട്ട് സെറ്റ് പീസസ് ഒക്കെ സുഖമായിട്ട് കയറി പോകാൻ പറ്റും. ഏഷ്യൻ ടീംസിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യല്ല. അല്ല, ഏഷ്യൻ ടീംസ് ഫുട്ബോൾ കളി അതാ ഞാൻ പറഞ്ഞത്, ഓൺ ഫുട്ബോൾ അല്ല ഞാൻ പറയുന്നത്. ഈ എന്താ പറയാ ഡാർക്ക് ആർട്സ് എന്നൊരു ഫ്രേസ് ആണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ 2 ചാമ്പ്യൻസ് ലീഗ് ജയിച്ച ടീം PSG ആണ്. PSG ഇസ് റൈറ്റ് നൗ നമ്മൾ ഈ ഫ്രാൻസ് ടീമിനെ കുറിച്ച് പറയുന്ന പോലെ കാവറസ്കേലിയ തൊട്ട് അങ്ങ് ഡൂവേ തൊട്ട് എല്ലാവരും ഉള്ള ടീമാണ്. ആൻഡ് ദേ ഹാവ് പ്രോബ്ലി വൺ ഓഫ് ദ ബെസ്റ്റ് മാനേജേഴ്സ് ഇൻ ദ വേൾഡ് റൈറ്റ് നൗ. ആ PSG ഒരു പെനാൽറ്റി ഷൂട്ട് ഔട്ട് വേണ്ടി വന്നു ചാമ്പ്യൻസ് ലീഗ് ജയിക്കാൻ ആഴ്സണലിന്റെ കൂടെ. അതോടൊപ്പം അവർക്ക് 120 മിനിറ്റ്സിൽ ഒരു ഗോൾ അടിക്കാൻ പറ്റിയിട്ടില്ല, പെനാൽറ്റി ഒഴികെ. When you think like that, if Arsenal could do that to a PSG team, നെതർലൻഡ്സ് അങ്ങനെയാണ് നമ്മൾ കളിക്കുന്നത് എന്ന് തീരുമാനിച്ചിറങ്ങിയാൽ ഇറ്റ്സ് ഗോൺ ബി വെരി ടഫ്. കാരണം ഡിഫെൻസീവ് ലൈൻ ഇസ് ക്വൈറ്റ് ഗുഡ്. അത് വെച്ചാണ് ഞാൻ പറയുന്നത്. അതായത് ജപ്പാൻ മേ പ്ലേ ബെറ്റർ ഫുട്ബോൾ, സൗത്ത് കൊറിയ മേ ബെറ്റർ ഫുട്ബോൾ, പക്ഷെ ഇവരുടെ ആ ഗ്രിട്ടില് ചിലപ്പം ദേ കുഡ് ഡു ഇറ്റ്. ബിക്കോസ് വേറെ ആംഗിളും ഉണ്ട്. നമ്മളിപ്പം മെസ്സിക്ക് ഒരു കപ്പ്, നെയ്മർ ഒരു കപ്പ് എല്ലാം ആയി, വാൻഡൈക്കിന് ഒരു കപ്പ്. അതായത് വാൻഡൈക്കിന്റെ ലാസ്റ്റ് വേൾഡ് കപ്പാണ്. പ്രോബബ്ലി ഹി വുഡ് വാണ്ട് ടു വിൻ ഇറ്റ് ഓൺ ഓൾ കോസ്റ്റ്. എങ്ങനെ കളിച്ചാലും കുഴപ്പമില്ല, ജയിക്കുക എന്നുള്ളത്. കാരണം ഇഫ് വാൻഡൈക്ക് is regarded as one of the best center backs in the world, പുള്ളിയുടെ പേഴ്സണൽ ലൈഫിൽ ഇഫ് ഹി ആക്ച്വലി ഡെലിവേഴ്സ് എ ട്രോഫി ഫോർ നെതർലൻഡ്സ് അവിടെ എത്തി. ഹീസ് വൺ ഓഫ് ദ എവർ എന്ന രീതിയിലേക്ക് എത്തിപ്പോകും. സോ പ്രോബബ്ലി ലെറ്റ്സ് സീ. എന്താ പറയാ അറിയോ, സ്ക്വാഡ് പോരാ, ഓൺ പേപ്പർ പോരാ, ബട്ട് അതെ എങ്ങനെങ്കിലും കളി ജയിക്കണം തീരുമാനിച്ചിറങ്ങി കഴിഞ്ഞാൽ they have the players to do that. Even Weghorst is not bad. He can do a job. അല്ല, അവർക്ക് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ബാക്ക് ഫോറും പിന്നെ മിഡും എല്ലാരും കൂടി സിറ്റ് ബാക്ക് ചെയ്തിട്ട് വാൻഡൈക്ക് സ്പ്രേ ചെയ്താൽ മതി ബോള്. They have speed, right? സമവിൽ മാലൻ രണ്ട് വെച്ചാൽ രണ്ടുപേരും ഓടും വിത്തൗട്ട് എ ഡൗട്ട്. ഹാഫ് ലൈൻ മുതൽ എന്താ പറയാ സ്പ്രിന്റ് ചെയ്തെന്ന് പറഞ്ഞാൽ അവര് പോവും. അതെ, both Van Dijk and De Jong can spray the ball. വൈഡ് കളിച്ചാൽ മതി. ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. നെതർലൻഡ് ഫാൻസ്, നിങ്ങൾ പ്ലീസ് കമന്റ്, നിങ്ങളുടെ എന്താ തോന്നുന്നത്? നമ്മൾ നെഗറ്റീവ് ആയി പോയോ, അതോ നിങ്ങൾക്കൊരു ഓൾട്ടർനേറ്റ് വ്യൂ ഉണ്ടോ, നമ്മൾ ആരെങ്കിലും വിട്ടുപോയോ? സോ പ്ലീസ് കമന്റ്. ക്ലോസിംഗ് സുദീപിന്റെ, ദിസ് ഇസ് സുദീപിന്റെ എപ്പിസോഡ്. സുദീപിന്റെ സ്റ്റൈൽ ഓഫ് ഫുട്ബോൾ ആണ്. ഡിഫൻസ് കളിച്ച് നമുക്കറിയാം ഇറ്റലി ഇല്ല വേൾഡ് കപ്പില്. അതാണ് ഞാൻ ഫോളോ ചെയ്യാറുള്ള ടീം. അപ്പോ അതിന് പകരം ഡിഫൻസ് കളിക്കുന്ന കുറെ ടീമുകൾ വേൾഡ് കപ്പിലുണ്ട് എന്നുള്ളത് സന്തോഷം തരുന്ന കാര്യമുണ്ട്. അപ്പോ അങ്ങനെ ഡിഫൻസ് കളിച്ച് നെതർലൻഡ്സിന് അവിടെ വരെ എത്താൻ പറ്റുന്നത് നോക്കാം. എനിക്ക് ആ ഗ്രൂപ്പിലെ ടുണീഷ്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ അതും ഞാൻ ഫോളോ ചെയ്യുന്ന ടീമാണ്. ഞാൻ അത് സപ്പോർട്ട് ചെയ്യാന്നല്ല, എന്റെ ടീം വരെയാണ്. എന്തായാലും
നെതർലൻഡ്സ് ഫാൻസിന് നല്ല ഫുട്ബോള് കണ്ടുകൊണ്ട്, നല്ല ഡിഫൻസീവ് ഫുട്ബോള് കണ്ടുകൊണ്ട് അവർക്ക് ഈ വേൾഡ് കപ്പ് ആഘോഷിക്കാൻ അവരുടെ പരമാവധി ക്വാർട്ടർ ഫൈനലില് അല്ലെങ്കിൽ സെമി ഫൈനലിലൊക്കെ എത്തുകയും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വേൾഡ് ചാമ്പ്യൻസ് ആവാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമ്മള് ഇത് അതായത് വേൾഡ് കപ്പ് അവസാനിപ്പിക്കുകയാണ്. തീരുമ്പോഴേക്കും സുദീപ് കോമേട്ടൻ എന്ന് പറഞ്ഞു തുടങ്ങട്ടെ. ഇതിലേക്ക് എത്താൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും നമ്മള് ഈ നെതർലാൻഡ്സിന്റെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും വേൾഡ് കപ്പ് ഫേവറേറ്റ്സ് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറയണം. അപ്പൊ നെതർലാൻഡ്സ് ഓഫ് കോഴ്സ് നമ്മളൊരു വേൾഡ് കപ്പിലെ ഫേവറേറ്റ് ആയിട്ട് ഞാൻ കണക്കാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു പോഡ്കാസ്റ്റിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. മാത്രമല്ല നമ്മളിനി ഇതിപ്പോ ഒരുപാട് സമയമായി, ഇത് ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാണ്ടെന്ന് തോന്നുന്നു. നമ്മളെന്തായാലും മാച്ച് കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പ് സ്റ്റേജിലെ മാച്ചുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ദിവസത്തെ മാച്ചിനെ കുറിച്ചുള്ള റിവ്യൂസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ അതില് നമുക്ക് കുറെ കൂടി ആഡ് ചെയ്ത് പറയാൻ പറ്റും എന്നുള്ളത് പറഞ്ഞുകൊണ്ട് നമ്മള് ഇത് നിർത്തുകയാണ് ഈ എപ്പിസോഡ്. ഇനി അടുത്തൊരു ടീമായിട്ട് നമ്മൾ അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.